ഹലോ സാർ. നമ്മൾ ഉടനെ തുടങ്ങും സാർ. 4 മണിക്ക് തന്നെ നമുക്ക് തുടങ്ങാം. ഹലോ.
സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. പ്രിൻസിപ്പൽ വന്നു. മുരളി സാർ. ടീച്ചറെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ. ഏവർക്കും വായനാ ദിന ആശംസകൾ. വായനാ ദിനത്തോടനുബന്ധിച്ച് റിസർച്ച് ആൻഡ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് സംഘടിപ്പിക്കുന്ന വെബിനാർ ഭാഷയും ഭരണഭാഷയും, ഇതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിന് വേണ്ടി ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി റീന മുഹമ്മദിനെ ക്ഷണിക്കുന്നു. താങ്ക് യു അമിത. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു സർ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ എഴുമാറ്റൂർ രാജരാജവർമ്മ സർ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ TR മുരളീകൃഷ്ണൻ സർ, ഡോക്ടർ അമിത പി മണി, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികൾ, ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വായനാ ദിനം ആചരിക്കുകയാണല്ലോ. അറിവ് നേടാൻ മാത്രമല്ല വായന, നല്ല മനസ്സുണ്ടാകാൻ, നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ, നല്ല സംസ്കാരത്തിന്, നല്ല ഭാഷയ്ക്ക്, ഇതിനെല്ലാം വായന അത്യാവശ്യമാണ്. നമുക്ക് ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ളത് കവി, നാടകകൃത്ത്, വിമർശകൻ, ഗവേഷകൻ, ബാലസാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സാറിനെയാണ്. വിവിധ ശാഖകളിലായി 100-ലേറെ കൃതികളുടെ രചയിതാവാണ് അദ്ദേഹം. കേരള പാണിനി പുരസ്കാരമടക്കം അനവധി പുരസ്കാരങ്ങളും UGC, കേരള സാഹിത്യ അക്കാദമി എന്നിവയുടെ സ്കോളർഷിപ്പുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഭാഷയും ഭരണഭാഷയും എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ഡോക്ടർ എഴുമാറ്റൂർ രാജരാജവർമ്മ സാറിന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു സാറിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ TR മുരളീകൃഷ്ണൻ സാറിനെ ഈ വെബിനാറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ കോമ്പയറിംഗ് നടത്തുന്ന ഡോക്ടർ അമിത പി മണി, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു റീന മിസ്. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽ ബഹുമാന്യനായ ഡോക്ടർ ബിജു സാറിനെ സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാറേ. കേൾക്കാം സാർ. ഓക്കെ. ഇന്നത്തെ ഈ ചടങ്ങിലെ ആദരണീയനായ അതിഥി ഡോക്ടർ എഴമറ്റൂർ രാജരാജവർമ്മ, ഇംഗ്ലീഷ് വിഭാഗം HOD മുരളീകൃഷ്ണൻ സാർ, ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, ഇന്ന് വായനാ ദിനത്തിന്റെ ഭാഗമായി കോളേജിൽ നടക്കുന്ന രണ്ടാമത്തെ ചടങ്ങാണിത്. രാവിലെ നമുക്കറിയാം മലയാള വിഭാഗവും അതുപോലെ IQACയും ചേർന്ന് നടത്തിയ ചടങ്ങിൽ പ്രമുഖ എഴുത്തുകാരനായ സാഹിത്യകാരനായ സക്കറിയ പങ്കെടുത്തിരുന്നു. പക്ഷെ ഇന്ന് ഈ വൈകിട്ടത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ശ്രീ രാജരാജവർമ്മ അവർകൾ, അദ്ദേഹം സാഹിത്യത്തെക്കാൾ ഉപരി ഒരു ഭാഷാ വിദഗ്ധനാണ്. ഇന്നത്തെ വിഷയം തന്നെ ഭാഷയും ഭരണഭാഷയും ആണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ ഭരണഭാഷ മലയാളമായി മാറാൻ മറ്റു പല സംസ്ഥാനങ്ങളും, നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലൊക്കെ വളരെ നേരത്തെ തന്നെ ഭരണഭാഷ തമിഴായി മാറിയെങ്കിലും മലയാളത്തിൽ നമ്മുടെ ഭാഷ അല്ലെങ്കിൽ ഭരണത്തിനുള്ള ഭാഷ, ഔദ്യോഗികമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഭാഷ മലയാളമായി മാറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അത്തരത്തില് ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ആ മാറ്റം കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ശ്രീ ഡോക്ടർ എഴമറ്റൂർ രാജരാജവർമ്മ സാറാണ്. അത്രമാത്രം അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഭരണഭാഷ വിദഗ്ധനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഗവൺമെന്റിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ
കേരളത്തിൽ നമ്മളുടെ ഭരണത്തിലുള്ള ഭാഷ മലയാളമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നത്. അന്ന് അതിന് പല രീതിയിൽ ആൾക്കാർ അതിനെ കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് തീർച്ചയായിട്ടും ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളുകയും ഇന്ന് ഓഫീസുകളിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻസ്, ലെറ്ററുകളൊക്കെ ഈ മലയാള ഭാഷയിലായി മാറുകയും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഓരോ മാസവും ഒരു ഓഫീസിൽ നിന്ന് എത്ര ലെറ്ററുകൾ, കത്തുകൾ അത് മലയാളത്തിൽ പോകുന്നുണ്ട് എന്നുള്ള കൃത്യമായ കണക്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, സാഹിത്യ ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഭരണഭാഷ. അപ്പൊ ആ ഭരണഭാഷ എങ്ങനെ ആകണം എന്നതിനെ കുറിച്ച് പല ജോലിയിലും ഇരിക്കുന്ന ആൾക്കാർക്ക് വശമുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം ധാരാളം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ പ്രത്യേകിച്ച് IMG ഒക്കെ ആയി ചേർന്നുകൊണ്ട് അദ്ദേഹം പല പരിപാടികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ച് അത് എത്ര ലളിതമായിട്ട് ആൾക്കാർക്ക് എഴുതാനും, നമുക്കറിയാം ഭരണഭാഷ മലയാളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് അത് മനസ്സിലാകും. ഇപ്പൊ സാധാരണക്കാര് മുൻപ് ഒരു പരാതി ഗവൺമെന്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഗവൺമെന്റിനെ ധരിപ്പിക്കണമെങ്കിൽ അത് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് ഭാഷയിൽ തയ്യാറാക്കി കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അത് മാറ്റിയെങ്കിൽ ഞാൻ പറയും അതിന്റെ പൂർണ്ണമായിട്ടും അതിന്റെ ക്രെഡിറ്റ് രാജരാജവർമ്മ സാറിനുള്ളതാണ്. അത്തരത്തിലൊരു പ്രഗത്ഭനായ വ്യക്തിയാണ് ഇന്ന് നമുക്ക് ഈ വൈകുന്നേരത്ത് നമ്മുടെ വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ പരിപാടിയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ 2 ചടങ്ങിലും വളരെ വ്യത്യസ്തമായ മേഖലകളിലുള്ള വളരെ പ്രശസ്തരായ 2 പേരെയാണ് നമ്മുടെ കോളേജിന് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഭാഷയും അല്ലെങ്കിൽ ഭരണഭാഷ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആകാം ഇന്നത്തെ ഈ മീറ്റിംഗിൽ അദ്ദേഹം സംസാരിക്കുക. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന രാജരാജവർമ്മ സാറിനെ ഒരിക്കൽ കൂടി ഈ കോളേജിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബിജു സർ. ഭാഷയും ഭരണഭാഷയും എന്ന വിഷയത്തിൽ വെബിനാർ അവതരിപ്പിക്കുന്നതിനായി നമ്മുടെ മുഖ്യാതിഥി ഭാഷ വിദഗ്ധനും സാഹിത്യകാരനുമായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സാറിനെ സ്നേഹാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. കൊടുങ്ങല്ലൂർ MES അസ്മാദി കോളേജിലെ പ്രിയപ്പെട്ടവർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൊടുങ്ങല്ലൂർ എനിക്ക് വളരെ പ്രിയപ്പെട്ട ദേശമാണ്. ബന്ധുക്കളും അല്ലാതെ തന്നെ ചരിത്ര പെരുമ കൊണ്ടും സാംസ്കാരിക മഹിമ കൊണ്ടും സാഹിത്യ ഗരിമ കൊണ്ടും എനിക്ക് പ്രിയപ്പെട്ട ദേശമാണ് കൊടുങ്ങല്ലൂർ. മതസൗഹാർദ്ദത്തിൻ്റെ ഉദാഹരണമായി ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ദേശമാണ് കൊടുങ്ങല്ലൂർ. കൂടെ ഞാൻ വരുന്ന ഒരു സ്ഥലവുമാണ് അത്. ഓരോ തവണ വരുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. കേരള ഭാഷ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിന് കൊടുങ്ങല്ലൂരോളം സംഭാവന നൽകിയ മറ്റൊരു ദേശം കേരളത്തിലില്ല. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ എന്നത് എനിക്കറിയില്ല. പഠിക്കേണ്ട, പല ഗവേഷണങ്ങൾക്ക് വിഷയമാകേണ്ട ഒരു വിഷയമാണ് അത്. ചരിത്രം ഒരു വഴി, സംസ്കാരം ഒരു വഴി. ഞാൻ ഭാഷാ സാഹിത്യത്തിന്റെ മാത്രം. സാർ ഒന്ന് ഇടപെട്ടോട്ടെ. സാർ കുറച്ച് സൗണ്ട് കുറവാണ്.
കേൾക്കത്തില്ലേ? ഇയർഫോൺ വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് കേൾക്കാം, പക്ഷെ പലരും സൗണ്ട് കുറവാണ് എന്നിങ്ങനെ പറയുന്നു. അതെയോ, നോക്കട്ടെ, ഞാൻ ശബ്ദം കൂടെ ശകലം കൂടെ കൂട്ടാമോ ഓക്കെ നോക്കാം. ഓക്കെ സർ. ഇപ്പൊ കേൾക്കാമല്ലേ? ഇപ്പൊ ബെറ്റർ ആയി സർ. കേൾക്കാമോ? കേൾക്കാം സർ. ശരി. അപ്പോ മലയാള സാഹിത്യത്തിന്റെ കാര്യത്തില് കൊടുങ്ങല്ലൂരിനോളം സംഭാവന ചെയ്ത മറ്റൊരു ദേശമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 1835 മുതൽ 1900 വരെ 65 വർഷം മലയാള സാഹിത്യത്തിന്റെ രാജപദവി കൊടുങ്ങല്ലൂർ ദേശത്തിനായി. പെൺമണി പ്രസ്ഥാനം, കൊടുങ്ങല്ലൂർ കളരി, പച്ചമലയാള പ്രസ്ഥാനം, കൂട്ടുകവിത, അക്ഷര ശ്ലോകം, സമസ്യാപൂരണം, കത്തെഴുത്ത്, ഇതിനെല്ലാം മാതൃക കാട്ടിയ ദേശമാണ് കൊടുങ്ങല്ലൂർ. അതില് അവസാനത്തെ ഈ പച്ചമലയാളവും പെൺമണി പ്രസ്ഥാനത്തിലുമുള്ള എല്ലാവിധമായ ദോഷവും മാറ്റി അതിനെ നെറുകയിൽ ശൃംഗത്തിലെത്തിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. വ്യാസൻ 3 വർഷം കൊണ്ടെഴുതിയ മഹാഭാരതം 874 ദിവസം കൊണ്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന അമാനുഷനായ പ്രതിഭാശാലിയാണ് കേരള വ്യാസൻ എന്ന് പിന്നീട് അറിയപ്പെട്ട കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. എനിക്ക് ഈ വേലയ്ക്ക് പിഴവ് അച്ചുപിഴയിൽ പെട്ടേ പെടൂ ദൃഢം എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ള ഏക സാഹിത്യകാരൻ അദ്ദേഹം. കൊടുങ്ങല്ലൂർ സാഹിത്യത്തെപ്പറ്റി ഏറെ പറഞ്ഞാൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ നിർത്തുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. പല ഗവേഷണങ്ങൾക്ക് വിഷയമാണ് കൊടുങ്ങല്ലൂർ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവന. 48 വർഷം മാത്രം ജീവിച്ച് പലയായുസ്സുകളുടെ ജോലി തീർത്ത കുഞ്ഞിക്കുട്ടൻ തമ്പുരാനോളം വലുപ്പമുള്ള ഒരു സാഹിത്യകാരൻ മലയാളത്തിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിരിക്കട്ടെ, ഇന്ന് വായന ദിനമാണ്. വായനാ ദിനം അല്ല, വായന ദിനം, വായനശാല, വായന മുറി എന്നൊക്കെ പറഞ്ഞാൽ വായന ദിനമാണ്. ഒരാഴ്ച വായന വാരമാണ്. ഈ വായന വാരത്തിന് അല്ലെങ്കിൽ വായന ദിനത്തിന് നിമിത്തമായ പുതുവായിൽ നാരായണപ്പണിക്കർ എന്ന PN പണിക്കരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു. അദ്ദേഹവുമൊത്ത് കാൻഫെഡിലുമൊക്കെ പ്രവർത്തിച്ച നാളുകൾ എനിക്ക് ഓർമ്മയുണ്ട്. 1909 മാർച്ച് 1 കുട്ടനാട്ടിലെ നീലമ്പേരൂരിൽ ജനിച്ച അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ സ്വന്തം ഗ്രാമത്തിൽ സനാതനധർമ്മ ഗ്രന്ഥശാല സ്ഥാപിച്ചു. ആളുകളെ വായനക്കാരൻ ആക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം തന്നെ. പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറിയായി ചുമതലയേറ്റത് മുതൽ 1995 ജൂൺ 19 മരിക്കുന്നത് വരെ പുസ്തകത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു, അല്ലെങ്കിൽ വായനയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. കേരളീയ ഗ്രാമങ്ങളിലുടനീളം വായനയുടെ കൂട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് സഞ്ചരിച്ച് എല്ലാ ദേശങ്ങളിലും ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചു. വായിച്ചു വളരുക,
ചിന്തിച്ച് വിവേകം നേടുക, ജനബോധത്തെ വളർത്തിയിടാതെ നാടിനെ എങ്ങനെ നന്നാക്കും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു. ആളുകളെ മുഴുവൻ വായനക്കാരാക്കുക, പുസ്തക പാരായണത്തിൽ താല്പര്യമുള്ളവരാക്കുക. അദ്ദേഹം ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ പറയും ഒരാളെയെങ്കിലും വായനക്കാരനാക്കാത്തവൻ മൃഗമാണ് എന്ന്. അങ്ങനെ വായനക്കാരാക്കി, പുസ്തക പ്രേമികളാക്കി, എല്ലാവരെയും മനുഷ്യരാക്കാൻ യത്നിച്ച ടി.എൻ. പണിക്കർക്ക് ഞാൻ ഈ പ്രഭാഷണം സമർപ്പിക്കുന്നു. ഇനി എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഭാഷയും ഭരണഭാഷയും. ഇവിടെ പ്രിൻസിപ്പൽ മനോഹരമായി അതിനൊരു ആമുഖം നൽകുകയുണ്ടായി. ഭരണഭാഷയായിരുന്നു എൻ്റെ ഔദ്യോഗിക വിഷയം തന്നെ. എൻസൈക്ലോപീഡിയയിലെ 21 വർഷത്തെ ജോലിക്ക് ശേഷമാണ് സെക്രട്ടേറിയറ്റിലെ ഭരണഭാഷാ മാറ്റത്തിൻ്റെ ചുമതലയുള്ള ഭാഷാവിദഗ്ധനായി ഒരേ ഒരു തസ്തികയാണ് ആ തസ്തികയിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഭാരതത്തിൽ ഭാഷയ്ക്കും ഭരണഭാഷയ്ക്കും വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള തമിഴ്നാട്ടിൽ പോയി അവരെന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പഠിക്കുകയും അതിനനുസരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. സർക്കാർ ആ റിപ്പോർട്ട് അംഗീകരിച്ചു. അതിലെ ഓരോ വിഷയവും എടുത്ത് പ്രത്യേകം ഫയലുകളാക്കി അവയെല്ലാം അംഗീകരിച്ച് കിട്ടി. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ഔദ്യോഗിക ഭാഷാ പരിശീലന പരിപാടി, മലയാളം സോഫ്റ്റ്വെയർ നിർമ്മാണം, സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലുമുള്ള മലയാള ദിന പ്രതിജ്ഞ, അതേപോലെ ഭരണഭാഷാ പുരസ്കാരം, ഗ്രന്ഥങ്ങളുടെ പ്രകാശനം, മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാഘോഷവും, അങ്ങനെ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാനും അവയൊക്കെയും വിജയത്തിൽ കൊണ്ടെത്തിക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ യഥാർത്ഥത നൽകുന്ന കാര്യമാണ്. അന്ന് സർക്കാരും മാറി വന്ന സർക്കാരുകളൊക്കെയും അതിന് അനുഗുണമായ നിലപാടെടുത്തു. അതേപോലെ കേരളത്തിലുടനീളമുള്ള ഓഫീസുകളിലും ആദ്യമൊക്കെ ചെറിയ വിമുഖത പ്രദർശിപ്പിച്ചുവെങ്കിലും ക്രമേണ അതെല്ലാം മാറി അവർ ഉത്സാഹത്തോടെ ഇതിൽ പങ്കുചേരുകയും അങ്ങനെ വലിയ മാറ്റം ഉണ്ടാക്കുകയും ചെയ്തു. അതിന് നിമിത്തമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ വസ്തുത. അതിൻ്റെ അനുബന്ധമായി 1-2 കാര്യം കൂടി പറയാം. 2005 അന്ന് ഡൽഹിയിലെ 15 ലക്ഷത്തോളം മലയാളികൾ, അവരുടെ കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ സർക്കാർ സംവിധാനമൊന്നും ഇല്ലാതിരുന്നു. അന്ന് 6 കേരള സ്കൂളുകളിൽ മാത്രമേ മലയാളം പഠിപ്പിച്ചിരുന്നുള്ളൂ. അത് പരിമിതമായിട്ടുള്ള അംഗസംഖ്യ കുട്ടികൾ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. അവർക്ക് മലയാളം പഠിക്കാൻ സർക്കാർ സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോവുകയും പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും 3 മാസത്തിനുള്ളിൽ മലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സ്, മലയാളം ഡിപ്ലോമ കോഴ്സ്, മലയാളം ഹയർ ഡിപ്ലോമ കോഴ്സ് എന്നിങ്ങനെ ഓരോ വർഷം ദൈർഘ്യമുള്ള 3 കോഴ്സുകൾ രൂപകൽപ്പന ചെയ്ത് അവയ്ക്കുള്ള പാഠ്യപദ്ധതിയും പാഠപുസ്തകവും എല്ലാം തയ്യാറാക്കി കോഴ്സ് അവിടെ ആരംഭിച്ചു. അത്ഭുതകരമായിട്ടുള്ള, ആവേശകരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു അത്. 3 മാസത്തിനുള്ളിൽ 170 കേന്ദ്രങ്ങൾ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലുമായി തുടങ്ങാൻ സാധിച്ചു. ആ ഡൽഹിയിലെ മലയാളത്തിൻ്റെ പടർച്ച
അതൊരു ചരിത്ര സംഭവമായിരുന്നു. അത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറുകയും ചെയ്തു. അതിനുശേഷമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മലയാളം പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നുള്ള നിവേദനം വന്നതും മലയാളം മിഷൻ ONV സാർ ചെയർമാനും ഞാൻ കൺവീനറും ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായി. ഞാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിച്ചു. അങ്ങനെ മലയാളം മിഷൻ ഉണ്ടായി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ മലയാളം ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് മലയാളം മിഷന്റെ ആഭിമുഖ്യത്തിൽ. അങ്ങനെ ലോക മലയാളികൾക്ക് മലയാളം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കാനും കഴിഞ്ഞു എന്ന പ്രാർത്ഥത ഉണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിലും പ്രിൻസിപ്പൽ പറഞ്ഞ ഒരു വാക്യം കൊണ്ടാണ് എനിക്ക് ഇത്രയും പറയേണ്ടി വന്നത്. അദ്ദേഹം പറഞ്ഞു, നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ്. ആ എൻ്റെ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും പരിചയത്തിൻ്റെയും വെളിച്ചത്തിൽ ഒരു പ്രഭാഷണമാണ് ഞാൻ ഇവിടെ നിർവഹിക്കുന്നത്. 1 മണിക്കൂറാണ് പ്രഭാഷണം. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ സംസാരിക്കുന്നതിനിടയിലുള്ള സംശയങ്ങൾ എഴുതിയിട്ട് കഴിഞ്ഞാൽ ഈ പ്രഭാഷണം നിങ്ങൾക്ക് കൂടുതൽ ഫലവത്താവുകയും പ്രയോജനപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരുടെയും പൂർണ്ണ സഹകരണം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നതാകണം എന്ന് എനിക്കും നിർബന്ധമുണ്ട്. ഭാഷയും ഭരണഭാഷയും ഒരേപോലെ വളരേണ്ട കാര്യങ്ങളാണ്. രണ്ടും വ്യത്യസ്ത അറകളിൽ ഉള്ള കാര്യങ്ങളല്ല. ഭാഷയുടെ പുരോഗതി ഭരണഭാഷയുടെ വ്യാപനത്തെയും ബാധിക്കും. എത്രയോ ഭാഷകൾ ലോകത്തിലുണ്ട്. എല്ലാ ഭാഷകളും നല്ലതാണ്. ഒരു ഭാഷയേക്കാൾ നീചമോ ശ്രേഷ്ഠമോ അല്ല മറ്റൊരു ഭാഷ. എല്ലാ ഭാഷയെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എൻ്റെ അമ്മയുടെ മാറിലേക്ക് എന്ന പോലെ ഞാൻ എൻ്റെ ഭാഷയുടെ മാറിലേക്ക് ചായുന്നു എന്ന് നമ്മളും പറയണം. എത്ര ഭാഷകളുണ്ടെങ്കിലും അവനവൻ്റെ ഭാഷ, മാതൃഭാഷയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അമ്മയെപ്പോലെ പ്രിയപ്പെട്ടത്. അമ്മയെപ്പോലെ ഒരു തണലോ ഗതിയോ വഴിയോ പ്രിയപ്പെട്ടവളോ ഇല്ല എന്ന് പറയും. അതേപോലെ ഒരുവന് സ്വന്തം ഭാഷ, മാതൃഭാഷ എന്നതുപോലെ മറ്റൊരു ഭാഷയും അവൻ്റെ അന്തർഗതം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, അവർക്ക് പകർന്നു നൽകാൻ ഉതകുകയില്ല എന്നത് എത്ര തെളിവുകൾ വേണമെങ്കിലും പറഞ്ഞ് സ്ഥാപിക്കാവുന്നതാണ്. പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ പടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. കടുകഠിന സംസ്കൃത വികട കടുകവി കയറിയാൽ പടജനങ്ങൾ ധരിക്കയില്ല, തിരിക്കുമൊക്കെയും എത്തുടൻ എന്ന് പറഞ്ഞത് മഹാകവി കുഞ്ചൻ നമ്പ്യാരാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആകണം ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ അവർ മനസ്സിലാകാതെ വന്നാൽ അവരൊക്കെ എഴുന്നേറ്റ് പോകും. ചാരു കേരള ഭാഷയിലാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞ കുഞ്ചൻ നമ്പ്യാരാണ് നമുക്കും മാതൃക. നിങ്ങൾക്കറിയാം, എൻ്റെ ഭാഷ എന്ന കവിതയിൽ വള്ളത്തോൾ പറഞ്ഞത്, മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത് ഒന്നാമതായി. നിങ്ങൾക്കറിയാം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ, മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. കുഞ്ഞുങ്ങളെ ആരോഗ്യകരമായി വളരുന്നത് മുലപ്പാൽ കുടിച്ചാണ്. അതേപോലെ നമ്മൾ ആരോഗ്യത്തോടുകൂടി, ബുദ്ധിക്ക് പൂർണ്ണ വളർച്ചയോടുകൂടി വളരണമെങ്കിൽ, മാനസികമായിട്ടുള്ള വളർച്ചയോടുകൂടി വളരണമെങ്കിൽ മാതൃഭാഷയാണ് ഏറ്റവും ഉതകുന്നത്. മഹാകവി ഉള്ളൂര് പറയുന്നു, അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം
നിന്നിലാകട്ടെ തായേ. അടിമലരിണ വേണം താങ്ങുവാൻ, മറ്റൊരിടത്തടിയുവത് ഞെരുക്കം മുക്തി സിദ്ധിക്കുവോളം. അമ്മേ, നിന്റെ മടിയിൽ തന്നെയാകണം എത്ര ജന്മങ്ങളുണ്ടെങ്കിലും അവയെല്ലാം എനിക്ക് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭാഷാ സ്നേഹം പോരാ, ഭാഷാ പോഷണ വ്യഗ്രത പോരാ, ഭാഷാ ഭ്രാന്ത് വേണം. കവിക്കും കാമുകനും ഉള്ള ഭ്രാന്ത്, ആ ഭ്രാന്താണ് നമുക്ക് ആവശ്യം, അതല്ലാതെ റോഡിൽ കിടക്കുന്ന ഭ്രാന്തല്ല. അപ്പോൾ നമുക്ക് സ്വന്തം ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ആവേശമാകണം, ഒരു അഭിനിവേശമാകണം. ഏത് കാര്യത്തിനും, എന്തിന് ഐക്യരാഷ്ട്രസഭ പാസാക്കിയ ഒരു പ്രമേയം അനുസരിച്ച് ലോകത്തിലുള്ള ഏത് പൗരനും അയാൾ ഏർപ്പെടുന്ന ഏത് രംഗത്തും സ്വന്തം ഭാഷ ഉപയോഗിക്കാനുള്ള മൗലികമായ അവകാശമുണ്ട്. ആ മൗലികമായ അവകാശം വിനിയോഗിക്കാൻ പ്രാപ്തരാകണം നമ്മൾ. പല ഭാഷകൾ പഠിച്ചു, ഒന്നും അറിയാൻ പാടില്ലാത്തവരായി മാറരുത്. പ്രസിദ്ധമായ ഒരു ഐറിഷ് പഴമൊഴിയുണ്ട്, ഇന്നലെ അറിയാത്ത ജനത വേരറ്റ മരമാണ് എന്ന്. ചരിത്രബോധമില്ലാത്ത ഒരാൾ പാറപ്പുറത്ത് പറിച്ചിട്ട ചെടി പോലെയാണ്. ആ ചരിത്രബോധം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇന്നലകളെ അറിയുക എങ്ങനെയാണ്? ഭാഷയിലൂടെ. ഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്, ഒപ്പം സംസ്കാര ബോധനത്തിനുള്ള ഉപാധിയുമാണ്. 11-ാം ശതകത്തില് സ്പെയിനില് ഇസബെല്ല രാജ്ഞി അധികാരത്തിലേറുമ്പോൾ രാജ്ഞിക്ക് പാരിതോഷികമായി അവിടുത്തെ ബിഷപ്പ് നൽകിയത് സ്പാനിഷ് ഭാഷയുടെ ഒരു വ്യാകരണ ഗ്രന്ഥമാണ്. ഭരിക്കാൻ പോകുന്ന എനിക്കെന്തിനാണ് ഒരു വ്യാകരണ ഗ്രന്ഥം എന്ന് രാജ്ഞി ചോദിച്ചപ്പോൾ ബിഷപ്പ് മറുപടി പറഞ്ഞു, ഭാഷ സാമ്രാജ്യം സൃഷ്ടിക്കും എന്ന്. ഇന്ന് ലോകത്തിലെമ്പാടും ഭാഷാസ്നേഹികൾ പറയുന്ന ഒരു ചൊല്ലാണ് ഭാഷ സാമ്രാജ്യം സൃഷ്ടിക്കും എന്ന്. രാജ്ഞി, ഇസബെല്ല രാജ്ഞി ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടി ഈ പുസ്തകം പഠിക്കാൻ തുടങ്ങി. മതങ്ങളുടെ പഠനത്തിലൂടെ ജനങ്ങളുടെ ജീവിതത്തിലേക്കും ദേശത്തിൻ്റെ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളിലേക്കും എല്ലാം എന്ന് ഇസബെല്ലയ്ക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ ഭരണം ജനങ്ങൾക്കിണങ്ങിയ ഭരണമായി. സ്പെയിനിൻ്റെ ചരിത്രത്തിൽ ഇസബെല്ലയുടെ ഭരണകാലം സുവർണകാലമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ബിഷപ്പ് പറഞ്ഞ ഭാഷ സാമ്രാജ്യം സൃഷ്ടിക്കും എന്ന ഉപദേശവും അദ്ദേഹം നൽകിയ ഈ വ്യാകരണ ഗ്രന്ഥവുമാണ്. അതുകൊണ്ട് ഒരു ഭാഷ പഠിക്കുക എന്നത് ഒരു സംസ്കാരം പഠിക്കുക എന്നതാണ്. അതാണ് എൻ്റെ അർത്ഥം. ഒരു ചെടിയായാലും ഒരു മരമായാലും അതിന് വളർന്ന് പടരാൻ എത്ര വിസ്തൃതമായ ആകാശമുണ്ടെങ്കിലും അതിന് വെള്ളവും വളവും ലഭിക്കാൻ ചുറ്റും മണ്ണ് വേണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണാണ് അവൻ്റെ ഭാഷ. ആ ഭാഷയിലൂടെ ലഭിക്കുന്ന സംസ്കാരത്തിൽ ഉറച്ചു നിന്ന് വേരുകൾ കീഴ്പോട്ടാഴ്ത്തി അവൻ ഈ വിശ്വ ചക്രവാളത്തിൽ വളർന്ന് പടരുന്നു. മലയാളത്തിൻ്റെ അക്ഷരബാഹുല്യത്തെപ്പറ്റി ആളുകൾ പരാതി പറയാറുണ്ട്. 51 അക്ഷരാളി ലളിത തനിലത്തെ വേദമാകുന്ന സാഹിബമ്പത്തൻപോട് ഉക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൽത്താർ ബാണഡംഭ അസമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി അമ്പത്തെ കുമ്പിടുന്നേൻ തഴലിണ വലയാധീശ്വരി വിശ്വനാഥേ. മഴമംഗലത്തിൻ്റെ കവിത നിങ്ങൾ കേട്ടിരിക്കും. നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം എന്ന് പറഞ്ഞത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ആ എഴുത്തച്ഛൻ നമുക്ക് തന്ന ഐകരൂപ്യമുള്ള സംസ്കാര സമ്പന്നമായ ഒരു ഭാഷയാണ് നമ്മുടെ ഭാഷ. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ
ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം എന്ന് വള്ളത്തോൾ പറഞ്ഞത് ഈ ഭാഷയുടെയും ഈ സംസ്കാരത്തിൻ്റെയും അത് പകർന്നു തരുന്ന സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എത്ര ഭാഷകളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഭാഷയാണ് നമ്മുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനം. ഇനിയും ഒരു ഭാഷ അതേത് ഭാഷയുമായിട്ടുള്ളത് ആ ഭാഷയ്ക്ക് പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭേദങ്ങൾ ഉണ്ടാകുന്നു. കാലം, ദേശം, തൊഴില്, കുലം, ആചാരം, ഭൂപ്രകൃതി, കാലാവസ്ഥ, പിന്നെ ഏത് രംഗത്താണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ വിവിധ ഘടകങ്ങളെ ആസ്പദമാക്കി ഒരു ഭാഷയിൽ അനേകം ഭാഷകൾ ഉണ്ടാകും. ഇപ്പോൾ 100 വർഷം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംസാര ഭാഷയുമല്ല എഴുത്തു ഭാഷയുമല്ല ഇന്നത്തെ ഭാഷ. അതേപോലെ തൊഴിൽ ചെയ്യുന്ന ആളുകൾ സംസാരിക്കുന്ന ഭാഷയും ആദിവാസികൾ സംസാരിക്കുന്ന ഗോത്രവർഗ സമൂഹത്തിലുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയും വ്യത്യസ്തമാണ്. ഇത് ഓരോ ജനതയ്ക്കും ഓരോ ഭാഷ. അതേപോലെ ഏത് രംഗത്താണ് ഉപയോഗിക്കുക? സാഹിത്യത്തിന് ഉപയോഗിക്കുമ്പോൾ അത് സാഹിത്യ ഭാഷയാവും. ഭരണരംഗത്ത് ഉപയോഗിക്കുമ്പോൾ അത് ഭരണഭാഷയാവും. കോടതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് കോടതി ഭാഷയാവും. ഏത് രംഗത്താണ് റേഡിയോയിൽ അത് റേഡിയോ ഭാഷയാവും. ഓരോ രംഗത്ത് ഉപയോഗിക്കുന്ന ഭാഷയ്ക്കും ഒരേ ഭാഷയായിരിക്കെ തന്നെ ചെറിയ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സാഹിത്യ ഭാഷയല്ല ഭരണഭാഷ, കോടതി ഭാഷയല്ല ഭരണഭാഷ, കലാലയങ്ങളിൽ സംസാരിക്കുന്ന സാധാരണ ഭാഷയല്ല ഭരണഭാഷ. അപ്പോൾ നമുക്ക് ഭരണഭാഷയിലേക്ക് കൂടുതൽ വരുന്നതിനാമുഖമായി പറയുകയാണ്, 6 മലയാളിക്ക് 100 മലയാളം എന്ന് ചൊല്ലുണ്ട്. കണ്ണൂരും തൃശ്ശൂരും തിരുവനന്തപുരത്തും കോട്ടയത്തും സംസാരിക്കുന്ന ഭാഷകൾ വ്യത്യസ്തമാണ്. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു മാനക ഭാഷ ഭരണഭാഷയ്ക്കുണ്ട്. അത് മാനക ഭാഷ എന്ന് പറയും. നിലവാരപ്പെട്ട ഭാഷയാണ്, പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഭാഷയാണ്, നിലവാരമുള്ള ഭാഷയാണ്. എല്ലാ ദേശത്തെയും ഭാഷ നല്ലതാണ്. പക്ഷേ ഓൻ കീഞ്ഞു വാഞ്ഞാളഞ്ഞിനി എന്ന് കണ്ണൂരിൽ പറയുന്ന ഭാഷ നമുക്കൊന്നും മനസ്സിലാവില്ല, അത് പ്രത്യേകം പഠിക്കാതെ. അപ്പം അതല്ല ഭരണഭാഷ. മറിച്ച് സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്ന നിലവാരമുള്ള മാനകമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഭാഷയാണ് ഭരണഭാഷ. ഭരണഭാഷയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഭരണഭാഷയെക്കുറിച്ചാണ് പ്രധാനമായും പറയാനുള്ളത്. അതിന് ആമുഖമായി അല്പം ഭാരതത്തിലെ ഭരണഭാഷയെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഭാരതത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടന വേണം എന്ന ആവശ്യം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി വളർത്തിയത് മഹാത്മാഗാന്ധിയാണ്. ഭാരതീയ ഭാഷകളെ നിലനിർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഭാരതീയരുടെ ധർമ്മം എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടു. ഓരോ സംസ്ഥാനത്തും ഉപയോഗിക്കുന്ന ഭാഷ അവിടുത്തെ ഔദ്യോഗിക ഭാഷയാക്കിക്കൊണ്ട് ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും അത് ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഭാഷ അത് സംസാരിക്കുന്ന ജനങ്ങളെ യോജിപ്പിച്ച് നിർത്തുന്നുണ്ട് എന്ന തത്വം അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തി. 1927-ലും 48-ലും ഒക്കെ ഭാഷാ പഠനത്തിനുള്ള കമ്മീഷനുകൾ ഉണ്ടായി. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനും ഭാഷാ പ്രവിശ്യ കമ്മീഷനും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 1952-ൽ നാം മറക്കരുതാത്ത 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, ബംഗാൾ വിഭജനത്തെ തുടർന്ന് കിഴക്കൻ ബംഗാളിൽ, ഇന്നത്തെ പാകിസ്ഥാൻ, പഴയ
അവിടെ ബംഗ്ലാദേശ് അവിടെ ഉറുദു ഭരണഭാഷയാക്കി. ആ ഉറുദു ഭരണഭാഷയാക്കിയപ്പോൾ അതിനെതിരെ ജനങ്ങളുടെ പ്രക്ഷോഭം ഉണ്ടായി. ഢാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചു. പോലീസ് വെടിവെച്ചു. 4 വിദ്യാർത്ഥികൾ കലാലയത്തിൽ മരിച്ചു വീണു. 1952 ഫെബ്രുവരി 21. ആ ഫെബ്രുവരി 21 ഈ കുട്ടികളുടെ രക്ഷസാക്ഷിത്വത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് യുനെസ്കോ 1999 നവംബർ 17 ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചതും അങ്ങനെ പ്രഖ്യാപിച്ചതും. അതേപോലെ 1952 ഒക്ടോബർ 19 തൻ്റെ ഭാഷയായ തെലുങ്കിന് ഒരു സംസ്ഥാനം വേണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒ.ടി. ശ്രീരാമലു മദിരാശിയിൽ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. 58-ാം ദിവസം 52 ഡിസംബർ 15 അദ്ദേഹം ജീവത്യാഗം ചെയ്തു. ഭാഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഭാരതത്തിലെ ആദ്യത്തെ ആളാണ് ഒ.ടി. ശ്രീരാമലു. അതോടുകൂടി പ്രക്ഷോഭം വളരെ രൂക്ഷമായി. കേന്ദ്ര സർക്കാർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപവൽക്കരണത്തിന് നിർദ്ദേശം നൽകി. 53 തന്നെ ആന്ധ്ര സർക്കാർ നിലവിൽ വന്നു. 1950 നിലവിൽ വന്ന ഭരണഘടനയിലെ 343 മുതൽ 351 വരെയുള്ള അനുച്ഛേദങ്ങളിലെയും ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഷാ വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ 1956 16 സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകി. അങ്ങനെ ഐക്യ കേരളം പിറന്നു. ആ ഐക്യ കേരള പിറവി ദിനമാണ് നവംബർ 1 മലയാള ദിനമായി നമ്മൾ കൊണ്ടാടുന്നത്. നവംബർ 1 മുതൽ 7 വരെ ഭരണഭാഷാ വാരമായും ആഘോഷിക്കുന്നു. 1963 കേന്ദ്രത്തിലെ ഭരണഭാഷാ ആക്ട് പാസ്സായി. 67 അതിന് ഭേദഗതിയുമുണ്ടായി. അതനുസരിച്ച് കേന്ദ്രത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഔദ്യോഗിക ഭാഷകളായി നിശ്ചയിച്ചു. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തിന് ഹിന്ദിയും ഇംഗ്ലീഷും ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷിന് 15 വർഷത്തേക്കായിരുന്നു പ്രാബല്യം നൽകിയത്. പിന്നീട് അത് നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഇനി നമുക്ക് ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഇവിടെയൊക്കെ. നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ പിന്നീട് ഞാനതിന് വിശദീകരണം തരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് കേരളത്തിലേക്ക് വരാം. ഈ കേന്ദ്ര ഭരണഭാഷാ ആക്ടിൻ്റെ ഔദ്യോഗിക ഭാഷകൾ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഔദ്യോഗിക ഭാഷകൾ ആക്ട് പാസ്സാകുന്നത്. അതിനു മുമ്പായിട്ട് 1957 നിലവിൽ വന്ന ആദ്യത്തെ കേരള സർക്കാർ തന്നെ കേരളത്തിലെ ഭരണഭാഷയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചു. കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായിട്ടുള്ള ആ കമ്മീഷനെ അതിൻ്റെ 58 അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. കോമാട്ടിൽ അച്യുതമേനോൻ കമ്മിറ്റി റിപ്പോർട്ട്. ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഭരണം ഏത് വിഷയത്തെ അധികരിച്ചുള്ളതായാലും അത് ജനങ്ങളുടെ ഭാഷയിലായിരിക്കണം എന്നത് നിർവിവാദമായ സംഗതിയാണ് എന്ന് അദ്ദേഹം യാതൊരു സംശയത്തിനും അവകാശമില്ലാത്തവണ്ണം അതിൽ എഴുതി വെച്ചു. പിന്നീട് പലപ്പോഴും പല ഉത്തരവുകളിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ഇത്. കേരളത്തിലെ ഭരണഭാഷ മലയാളമാക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനുള്ള നടപടിക്രമങ്ങളും എല്ലാം ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 1965 മാത്രമാണ് നമ്മൾ പ്രായോഗിക നടപടികൾ തുടങ്ങിയത്. 1969 കേരളത്തിലെ ഔദ്യോഗിക ഭാഷകൾ ആക്ട് പാസ്സായി. 73 അതിന് ഭേദഗതിയുമുണ്ടായി. ഈ ആക്ടും ഭേദഗതിയും അനുസരിച്ച്
പല കാലങ്ങളിലായി 2014 ഡിസംബർ 31 വരെ 77 സർക്കാർ വകുപ്പുകളും സെക്രട്ടേറിയറ്റിലെ അവയുടെ ഭരണവകുപ്പുകളും 96 അർദ്ധ സർക്കാർ സ്വയംഭരണ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഭരണഭാഷാ നിയമത്തിന് വിധേയമാക്കി. പല കാലങ്ങളിലായിട്ട്, കുറച്ച് ഞാൻ ചെന്ന ശേഷമാണ്, കുറച്ചതിന് മുമ്പേ തന്നെയാണ്. അപ്പൊ 1973 ഔദ്യോഗിക ഭാഷകൾ ആക്ടിലെ ഭേദഗതിയിലുള്ള 1B വകുപ്പ് നൽകുന്ന അധികാരം വിനിയോഗിച്ചുകൊണ്ടാണ് ഈ വിവിധ വകുപ്പുകളിലും സെക്രട്ടേറിയറ്റിലെ ഭരണവകുപ്പുകളിലും ഈ അർദ്ധ സർക്കാർ സ്വയംഭരണ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വകുപ്പുകളും ഭരണവകുപ്പുകളും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം തമ്മിലും അതേപോലെ ജനങ്ങൾ ഇവയുമായിട്ടും നടത്തുന്ന കത്തിടപാടുകളെല്ലാം മലയാളത്തിലായിരിക്കണം എന്ന്. രണ്ട് കാര്യങ്ങൾ കൂടി അനുബന്ധമായി. ഒന്ന്, നിയമപരമായി ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളുണ്ട്. രണ്ട്, നിയമപരമായി ന്യൂനപക്ഷ ഭാഷകൾ ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഉണ്ട്. നിയമപരമായി ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഏതാണ്? വിദേശത്തേക്കോ കേന്ദ്ര സർക്കാരിനോ ഇതര സംസ്ഥാനങ്ങൾക്കോ കേന്ദ്ര സർക്കാരിനോ എന്നോട് പറയാം, വിദേശത്തേക്ക് കേന്ദ്ര സർക്കാരിന്, ഇതര സംസ്ഥാനങ്ങൾക്ക്, സുപ്രീം കോടതിക്ക്, ഹൈക്കോടതിക്ക്, ഭരണഭാഷ മലയാളമാക്കിയിട്ടില്ലാത്ത സ്ഥാപനങ്ങൾക്ക്, സംസ്ഥാനത്തിനകത്തുള്ള കേന്ദ്ര സ്ഥാപനങ്ങൾക്ക്, ഇത്തരം കാര്യങ്ങൾക്ക് നിയമപരമായി കത്തിടപാടുകൾക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാം. അതേപോലെ ന്യൂനപക്ഷ ഭാഷകൾ, കേരളത്തിൽ തമിഴും കന്നഡയും ന്യൂനപക്ഷ ഭാഷകളാണ്. തിരുവനന്തപുരം, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ തമിഴും, കാസർഗോഡ് ജില്ലയിൽ കന്നഡയും ന്യൂനപക്ഷ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, പാലക്കാട്, ഇടുക്കി ജില്ലകളിലുള്ള തമിഴ് ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾക്ക് സർക്കാരുമായി ആശയവിനിമയം നടത്താൻ ഇംഗ്ലീഷോ തമിഴോ ഉപയോഗിക്കാം. കാസർഗോഡ് ജില്ലയിലുള്ള കന്നഡ ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾക്ക് കന്നഡയോ ഇംഗ്ലീഷോ സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നതിന് ഉപയോഗിക്കാം. മറ്റൊരു ജില്ലയിലുള്ള ആളുകൾക്കും ഈ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അതേപോലെ ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഈ അവകാശം. അപ്പൊ ഇനിയും ഭരണഭാഷാ നിയമം എന്താണെന്ന് ഞാൻ ഒറ്റ വാക്യത്തിൽ പറയാം. നിങ്ങളും അത് പഠിച്ചു വെച്ചാൽ ഭരണഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെപ്പറ്റി വളരെ വേഗത്തിൽ മനസ്സിലാവും. 1969 കേരള ഔദ്യോഗിക ഭാഷകൾ ആക്ട് 1B വകുപ്പ് നൽകുന്ന അധികാരം വിനിയോഗിച്ചുകൊണ്ട് സർക്കാർ ഭരണഭാഷ മലയാളമാക്കിയിട്ടുള്ള വകുപ്പുകളിലും സെക്രട്ടേറിയറ്റിലെ അവയുടെ ഭരണവകുപ്പുകളിലും അർദ്ധ സർക്കാർ സ്വയംഭരണ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമപരമായി ഇംഗ്ലീഷും ന്യൂനപക്ഷ ഭാഷകളായ തമിഴ്, കന്നഡ എന്നിവയും ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള സംഗതികളിൽ ഒഴികെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാളം മാത്രം ഉപയോഗിക്കേണ്ടതാണ്.
മലയാളത്തിലാണ് നിയമം. 2015 ജനുവരി 13 ഒരു ഉത്തരവ് കൂടി ഇറങ്ങി. അതായത് 2014 ഡിസംബർ 31 വരെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്ത വകുപ്പുകളും ഭരണവകുപ്പുകളും അർദ്ധ സർക്കാർ സ്വയംഭരണ പൊതുമേഖലാ സ്ഥാപനങ്ങളും കൂടാതെ പുതിയതായി ഉണ്ടാകുന്ന വകുപ്പുകളും ഭരണവകുപ്പുകളും സ്ഥാപനങ്ങളും കൂടി ഈ നിയമത്തിന്റെ പരിധിയിൽ വരും എന്ന്. കാരണം ഇനിയിപ്പോൾ കേരളത്തിൽ ഏത് വകുപ്പുണ്ടായാലും ഭരണവകുപ്പുണ്ടായാലും സ്ഥാപനം ഉണ്ടായാലും അവയ്ക്കെല്ലാം ഈ നിയമം ബാധകമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കോ ലോകായുക്തയിലേക്കോ കേരള വനിതാ കമ്മീഷനിലേക്കോ കേരള പിന്നാക്ക വിഭാഗ കമ്മീഷനിലേക്കോ ഓംബുഡ്സ്മാനിലേക്കോ ഒക്കെ നൽകുന്ന കത്തുകൾ മലയാളത്തിലായിരിക്കണം എന്നാണ്. നമ്മൾ അങ്ങോട്ട് മലയാളത്തിൽ കൊടുക്കാതെ അവിടെ മലയാളമാകുന്നില്ല എന്ന് നമ്മൾ പരാതി പറയരുത്. നമ്മൾ അവിടെ കൊടുക്കുന്നത് മലയാളമാണ്. അതേപോലെ കോടതിയിൽ 1973 സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സിവിലും ക്രിമിനലുമായ കീഴ്ക്കോടതികളിൽ മലയാളം ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ 1973 മുതൽ തന്നെ കേരളത്തിലെ സിവിലും ക്രിമിനലുമായ കീഴ്ക്കോടതികളിലേക്ക് സാധാരണ ജനങ്ങൾക്ക് മലയാളത്തിൽ വിവരങ്ങൾ നൽകാം എന്നാണ്. അതും കൊടുക്കുന്നില്ല. അങ്ങനെ ഈ 73 നിർദ്ദേശം നടപ്പിലാകാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് 1985 ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ കോടതികളിലും മലയാള ഔദ്യോഗിക ഭാഷ ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ജസ്റ്റിസ് KK നരേന്ദ്രനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് 87 നൽകി. 2 വർഷം കൊണ്ട് കേരളത്തിലെ കീഴ്ക്കോടതികളിലെ ഭരണഭാഷയും വ്യവഹാര ഭാഷയും പൂർണ്ണമായും മലയാളമാക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അദ്ദേഹം സമർപ്പിച്ചത്. അത് കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെയും ഭരണഭാഷ പൂർണ്ണമായും മലയാളമാക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ 7 കാര്യങ്ങളിൽ 2 കാര്യങ്ങളെ പൂർണ്ണമായി നടന്നിട്ടുള്ളൂ എന്നതാണ് സത്യം. മെല്ലപ്പൊക്ക് നമുക്ക് വിനാശമേ ചെയ്യുകയുള്ളൂ. ലോകത്തിലെവിടെയും ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്, അവിടുത്തെ ഭരണഭാഷ പഠിച്ചിട്ടുണ്ട്. ലോകത്തിലെവിടെയും രാജ്യ പുരോഗതി ഭാഷാ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാഷയിലൂടെയാണ്. അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് 2003 ഐറിഷും ഇംഗ്ലീഷും ഭരണഭാഷയാക്കിക്കൊണ്ട് നിയമനിർമ്മാണം നടന്നത്. കേവലം 10 വർഷം കൊണ്ട് 2013 ആയപ്പോഴത്തേക്ക് എല്ലാ വകുപ്പുകളുടെയും എല്ലാ സ്ഥാപനങ്ങളുടെയും കോഡുകളും മാനുവലുകളും മറ്റ് നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവർ ഐറിഷിലും ഇംഗ്ലീഷിലും ആക്കി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും വെബ്സൈറ്റിൽ ചേർക്കുകയും ചെയ്തു. 10 വർഷങ്ങൾ. 1969 ഔദ്യോഗിക ഭാഷകൾ ആക്ട് പാസ്സായ കേരളത്തിലെ സ്ഥിതി എന്താ? അല്ലെങ്കിൽ 63 കേരള ഔദ്യോഗിക ഭാഷകൾ ആക്ട് പാസ്സായ ഭാരതത്തിലെ സ്ഥിതി എന്താണ്? അപ്പോ വേണമെന്ന് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഭാരതത്തിലെ ഭാഷകളുടെ നിലനിൽപ്പും പുരോഗതിയുമാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇന്നും ഭാരതത്തിലെ ഭാഷാ പ്രശ്നം വളരെ സങ്കീർണമാണ്, വളരെ രൂക്ഷമാണ്. ഹിന്ദി പറഞ്ഞാൽ ദേശീയ പതാക കണ്ടാൽ കത്തിയെടുക്കുന്ന ആളുകൾ നമ്മളുടെ രാജ്യത്തുണ്ട്. അത് നമ്മളുടെ ഐക്യത്തിനും
അഖണ്ഡതയ്ക്കും വിഘാതം സൃഷ്ടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസിത രാജ്യങ്ങളെല്ലാം അവരുടെ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചത് സ്വന്തം ഭാഷയാണ്. ദേശാന്തരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രാന്തരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും ജപ്പാനായാലും ഒക്കെ മികച്ച ഉദാഹരണം. അവരുടെ ഭാഷയിലൂടെയാണ്. നമ്മൾ ഇവിടുന്ന് എത്ര പഠിച്ചു പോയാലും അവിടെ ചെന്ന് അവരുടെ ഭാഷ പഠിച്ച് അവരുടെ ഭാഷ പഠിച്ച് ആ ഭാഷയിൽ പ്രബന്ധം തയ്യാറാക്കി വെബ്സൈറ്റിൽ കൊടുത്ത് ജനഹിതം കൂടി മനസ്സിലാക്കിയ ശേഷമാണ് അവർ PhD കൊടുക്കുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ മകൾക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ ഭാഷയ്ക്ക് രാകേഷ് ശർമ്മ റഷ്യയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം റഷ്യൻ ഭാഷാ പഠനമായിരുന്നു. ബഹിരാകാശത്ത് ചെല്ലുമ്പോൾ ഇംഗ്ലീഷല്ല, അവരുടെ ഭാഷയിലാണ്, റഷ്യൻ ഭാഷയിലാണ് നിർദ്ദേശങ്ങൾ. ഭാഷാ പഠനമാണ് ആദ്യം. അതുകൊണ്ട് ലോകത്തിലെവിടെയും വികസിത രാജ്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വികസിച്ചിട്ടുള്ള രാജ്യങ്ങളെല്ലാം അവരുടെ ഭാഷയിലൂടെയാണ് രാജ്യ പുരോഗതി കൈവരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോഴും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ആവശ്യകത വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ടോ എല്ലാവരും എന്നത് സംശയമാണ്. അതിൻ്റെ മികച്ച ദൃഷ്ടാന്തമാണ് കേരളീയർ ഇപ്പോഴും ഗുഡ് മോർണിംഗിലാണ് തുടങ്ങുന്നത്. ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും ഗുഡ് നൈറ്റും പറയുമ്പോഴാണ് നമ്മൾ അന്തസ്സുള്ളവരാകുക, ആഭിജാത്യമുള്ളവരാകുക, മാന്യതയുള്ളവരാകുക. ശുദ്ധ അബദ്ധമാണ്, അസംബന്ധമാണ്. നമസ്തയോ നമസ്കാരമോ പറഞ്ഞ് ശീലിക്കുക. ലോകത്തിലെവിടെയും അവരുടെ ഭാഷയാണ്. പ്രാഥമികമായ കാര്യങ്ങൾക്കെല്ലാം അവരുപയോഗിക്കുന്നു. കല്യാണക്കുറി മറ്റുള്ള ദേശക്കാരൊക്കെ അവരുടെ ഭാഷയിലാണ് അടിക്കുക. നമ്മളാണ് ഇപ്പോഴും ഇംഗ്ലീഷിലടിക്കാൻ ആവേശം കാണിക്കുന്നത്. ചരമക്കുറിപ്പ് മാത്രം നമ്മളിപ്പോഴും മലയാളത്തിലടിക്കും. സങ്കടം വരുമ്പോഴേ നമുക്ക് മാതൃഭാഷ വരികയുള്ളൂ. എന്താണ് ഇങ്ങനെ? ഒന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊരാൾക്ക് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ എല്ലാം പകർന്നു നൽകാൻ ഏറ്റവും സമർത്ഥമായ ഭാഷ നമ്മുടെ ഭാഷയല്ലേ. ഞാനൊരു ഭാഷയ്ക്ക് എതിരല്ല. ഇംഗ്ലീഷും പഠിച്ചിട്ടുണ്ട്, ഹിന്ദിയും പഠിച്ചിട്ടുണ്ട്. ത്രിഭാഷാ പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കിയ രാജ്യമാണ് നമ്മുടേത്. പക്ഷെ അതുപോലും നടപ്പിലാക്കാൻ പല സംസ്ഥാനങ്ങളും വിമുഖത പ്രദർശിപ്പിക്കുന്നു. ആ ത്രിഭാഷാ പദ്ധതിയിലൂടെ പ്രാദേശിക ഭാഷ ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷയ്ക്കാണ് ഒന്നാം സ്ഥാനം. ഇന്നും മലയാളം ഒന്നാം ഭാഷയായി നമുക്ക് ഗണിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായ ഇച്ഛാശക്തി, അതേപോലെ ഉദ്യോഗസ്ഥരുടെ പരിശ്രമം, മാധ്യമങ്ങളുടെ പങ്കാളിത്തം, ബഹുജനങ്ങളുടെ സഹകരണം. തമിഴ്നാട്ടിലെ പോയി പഠിച്ചപ്പോൾ ആവേശകരമായ അനുഭവം ഉണ്ടായി എന്ന് ഞാൻ സൂചിപ്പിച്ചു. അവിടെ തമിഴ് ഭാഷയ്ക്കെതിരായി ആരെങ്കിലും സംസാരിക്കുമോ? ആരും സംസാരിക്കില്ല. അവിടെ തമിഴ് വേണം. ഏത് ദേശത്ത് നിന്ന് വരുന്ന ഉദ്യോഗസ്ഥനും തമിഴ് ഭാഷയിൽ വേണം ഒപ്പിടാൻ പോലും. ഫയലെഴുതുന്ന കാര്യം പറയാനില്ല. നമ്മുടെ ഇവിടെ ഭരണത്തിന് മലയാളം ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആയാൽ എന്താ കുഴപ്പം? ഇംഗ്ലീഷ് ആയാൽ കുഴപ്പമല്ല. ഭരണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാവില്ല. ഭരണം ജനങ്ങൾക്ക് മനസ്സിലാകില്ല. ഭരണത്തിന് സുതാര്യത ഉണ്ടാവില്ല. അപ്പോ സുതാര്യത ഉണ്ടായെങ്കിലേ, ഭരണം ജനങ്ങൾക്ക് മനസ്സിലായെങ്കിലേ ജനാധിപത്യം സാർത്ഥകമാവുകയുള്ളൂ. ഭാഷാമാറ്റത്തിന്റെ ആവശ്യം, ഭരണഭാഷാമാറ്റത്തിന്റെ ആവശ്യം ഈ ജനാധിപത്യം സാർത്ഥകമാക്കുക എന്നതാണ്. ഭരണത്തിന് നിഗൂഢതയൊന്നുമില്ല, രഹസ്യ സ്വഭാവമില്ല. സാധാരണ ജനങ്ങൾക്ക് വരെയും മനസ്സിലാവും. 96.44% ജനങ്ങൾ കേരളത്തിൽ മലയാളം അറിയുന്നവരാണ്, ഉപയോഗിക്കുന്നവരാണ്. മറ്റുള്ളവരെ കൊണ്ട്, നേരത്തെ ഇവിടെ പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ, മറ്റുള്ളവരെ കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ
അപേക്ഷ എഴുതി സർക്കാരിൽ സമർപ്പിക്കുന്നവരാണ്. അവനവനറിയാവുന്ന ഭാഷയിൽ എഴുതാൻ നമുക്ക് മൗലികമായ അവകാശമുണ്ട്. ആ അവകാശം വിനിയോഗിക്കണം. അതിന് സർക്കാരും കൂട്ടുനിൽക്കണം. അല്ല, അത് അവരുടെ നിയമപരമായ ബാധ്യതയാണ്. നമുക്ക് ധാർമ്മികമായ കടമയുണ്ട്. ഈ ധാർമ്മികമായ കടമയും നിയമപരമായ ബാധ്യതയും മനസ്സിലാക്കി വേണം നമ്മൾ ഭരണഭാഷാ മാറ്റത്തിനും അതുപോലെ ഭാഷയുടെ വളർച്ചയ്ക്കും പ്രയത്നിക്കേണ്ടത്. ഞാൻ ഭരണഭാഷയുടെ കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് വരാം. ഭരണഭാഷാ നിയമം എന്താണെന്ന് പറഞ്ഞു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10-15 പുസ്തകങ്ങൾ ഇപ്പോൾ കിട്ടും. അതേപോലെ നിരവധി ഉത്തരവ് പാസാക്കി. സർക്കാർ ഉത്തരവുകൾ സർക്കാർ ഓഫീസുകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ ബോർഡുകൾ എങ്ങനെ വെക്കണം എന്നത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നും ആ ഉത്തരവ് പാലിക്കാത്ത സ്ഥാപനങ്ങളുണ്ട്. ഒരു ബോർഡിന് 2 സമഭാഗം, മുകളിലത്തേത് മലയാളവും രണ്ടാമത്തെ ഭാഗം ഇംഗ്ലീഷുമാകണം എന്നതാണ് കേരള സർക്കാരിന്റെ നിർദ്ദേശം. വാഹനങ്ങളിലെല്ലാം മലയാളം ഉപയോഗിക്കണം. വകുപ്പിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേര് മലയാളത്തിൽ എഴുതിയിരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഇന്നും പാലിക്കാത്തവരുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഷാഭിമുഖ്യമല്ല, ഭാഷാവിമുഖതയാണ് കാണിക്കുന്നത്. എല്ലാം നിയമം മൂലമേ. നമ്മൾ അമ്മയെ നോക്കാൻ നമ്മൾ സർക്കാർ നിയമം വേണം എന്ന് പറയരുത്. അതുപോലെയാണ് നമ്മുടെ ഭാഷ. നാം ഭാഷ ഉപയോഗിക്കുന്നവരിന് ആകാൻ നമുക്ക് പ്രത്യേകം ആരുടെയും നിർദ്ദേശം ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ നിർദ്ദേശം കൂടി ഉള്ളപ്പോൾ അത് പാലിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സർക്കാർ ഓഫീസുകളിൽ നിവേദനം കൊടുക്കേണ്ടത് എന്നതിനെപ്പറ്റി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഭരണഭാഷ മലയാളമാക്കുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള, മലയാളത്തിൽ ഫയലുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആണ് ഈ പുരസ്കാരം. ഭരണഭാഷാ മാറ്റത്തിന് ഉതകുന്ന പുസ്തകങ്ങൾ എഴുതുന്നവർക്ക് പുരസ്കാരമുണ്ട്. എല്ലാ സർക്കാർ ഓഫീസുകളിലും ഭരണഭാഷാ മാറ്റത്തിന് എന്തെല്ലാം ചെയ്യണം എന്നതിനെപ്പറ്റി വ്യക്തമായ ചോദ്യാവലി, നിയമനിർദ്ദേശങ്ങളുടെ ചോദ്യാവലി നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്ത മാറ്റങ്ങളുടെ സംഗ്രഹം ഒരു പട്ടികയായി നൽകണം. ആ 3 മാസത്തെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ജില്ലകളിൽ സമിതികളുണ്ട്. ആ സമിതികൾ അത് അവലോകനം ചെയ്യുന്നുണ്ട്. വകുപ്പ് തല സമിതികളുണ്ട്, സംസ്ഥാനതല സമിതികളുണ്ട്, ഉന്നതതല സമിതിയുണ്ട്, നിയമസഭയുടെ സമിതിയുണ്ട്. ഈ സമിതികളെല്ലാം ഭാഷാ മാറ്റ പുരോഗതി അവലോകനം ചെയ്യുന്നുണ്ട്. ശിക്ഷാ നടപടിയെടുക്കാൻ വകുപ്പുണ്ട്. നടപടി എന്ന് പറയരുത്, ശിക്ഷാ നടപടിയെടുക്കാൻ വകുപ്പുണ്ട്. അപ്പോ ഇതെല്ലാം ഉണ്ടെങ്കിലും ശിക്ഷാ നടപടി എടുക്കുക എന്നുള്ളതല്ല ഔദ്യോഗിക ഭാഷാ വകുപ്പിന്റെ പ്രധാന കർത്തവ്യം. ഈ ഭരണഭാഷാ മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോത്സാഹന പദ്ധതികൾ, പരിശീലന പരിപാടികൾ, നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ കേരളത്തിലെ 3 IMG-കളിൽ വെച്ച് അവിടെയുള്ള അധ്യാപകരെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം നൽകി 35,000-ലധികം ഉദ്യോഗസ്ഥർക്ക് ഈ ഔദ്യോഗിക ഭാഷാ പരിശീലനം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ സഹകരണം വളരെ വലുതാണ്. അപ്പോൾ എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ, നേരത്തെ ഞാൻ പറഞ്ഞ മാധ്യമങ്ങളും പൊതുജനങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരും നിയമനിർമ്മാണ തലത്തിലുള്ളവരും എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ ഈ ഭാഷാ മാറ്റം ത്വരിതഗതിയിലാവുകയുള്ളൂ. സാധാരണ ജനങ്ങൾ നമ്മുടെ ഭാഷ എന്നുള്ള നിലയിൽ അതിന് മുൻഗണന നൽകണം. അപ്പോൾ ഭാഷയിലുള്ള ആഭിമുഖ്യവും അറിവും ആണ് പ്രധാനം. 1900 ഇതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പിന്നെ ഈ സമിതികൾ എല്ലാം പുനഃസംഘടിപ്പിക്കുകയും ഈ നേരത്തെ പറഞ്ഞ പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും പാഠ്യപദ്ധതിയും പരിശീലനത്തിന് വേണ്ട പുസ്തകങ്ങളും
ഒക്കെ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ പെൻഷനാകുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥര് ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ചൊരു പുസ്തകം എഴുതി. അതാണ് ഭാഷയും ഭരണഭാഷയും. ഇത് അന്ന് സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ച വകുപ്പുകൾക്കെല്ലാം സൗജന്യമായി നൽകിയ പുസ്തകമാണ്. ഇന്നിപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് 4ാം പതിപ്പാണ്. ഇതിലും ഇനിയും കുറച്ച് പരിഷ്കാരം വരുത്താനായിട്ട് കൊടുത്തിട്ടുണ്ട്. 5ാം പതിപ്പ് അച്ചടിയിലാണ്. അതേപോലെ ഭാരതത്തിലും കേരളത്തിലും ഉണ്ടായ ഔദ്യോഗിക ഭാഷാ സംബന്ധിയായ റിപ്പോർട്ടുകൾ എല്ലാം ക്രോഡീകരിച്ചിട്ടുണ്ട് ഞാൻ. അത് വെച്ചാണ് ഇത് മുഴുവൻ പഠിച്ചത്. ആ റിപ്പോർട്ടുകൾ മുഴുവൻ സമാഹരിച്ച് സംസ്ഥാന പുരാരേഖാ വകുപ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഭരണഭാഷ അടിസ്ഥാന രേഖകൾ. അപ്പോൾ ഇതിലെ റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. മറ്റേതില് ഈ ഭരണഭാഷാ മാറ്റത്തിന് നാം ചെയ്യേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരും ബഹുജനങ്ങളും മാധ്യമങ്ങളും എല്ലാം പാലിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ചിരിക്കുന്നു. ഇനിയും ഭരണഭാഷാ മാറ്റത്തിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ ചിലതെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ട്. അതിനെന്ത് മലയാളം, ഇതിനെന്ത് മലയാളം എന്നൊക്കെ. ഡയറക്ടർക്ക് എന്ത് മലയാളം, സ്വിച്ചിന് എന്ത് മലയാളം, ഫയലിന് എന്ത് മലയാളം, മെമ്മോയ്ക്ക് എന്ത് മലയാളം. ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം, ലോകത്തിലുള്ള ഒരു ഭാഷയും സ്വന്തം ഭാഷാ പദങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുകയോ വളരുകയോ ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് ഭാഷയില് 50% പദങ്ങൾ ലാറ്റിനും ഇറ്റാലിയനും ആണ്. അവയിൽ നിന്ന് നേരിയ ഭേദത്തോടോ അല്ലെങ്കിൽ ഭേദമില്ലാതെയോ സ്വീകരിച്ചവയാണ്. അതുപോലെ ജർമ്മനുണ്ട്, ഫ്രഞ്ചുണ്ട്, മലയാളമുണ്ട്. വരാന്ത, കൂലി, കയറ്, പരിപ്പ്, പപ്പടം, സാമ്പാർ തുടങ്ങി 100 കണക്കിന് പദങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് ഉപയോഗിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും അന്യഭാഷാ പദങ്ങളുണ്ട്. ഭാഷാസങ്കരം നിരന്തരം നടക്കുന്ന കാര്യമാണ്. വാണിജ്യ വ്യാപാര ബന്ധങ്ങള്, യാത്രകള്, ഇതൊക്കെ ഈ ഭാഷാസങ്കരത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്നു. മലയാളത്തിലും എത്രയോ പദങ്ങൾ അന്യഭാഷാ പദങ്ങൾ, ആകാശം, വായു, സമുദ്രം, ജലം, മുഖം തുടങ്ങി ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് പദങ്ങൾ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. ഇതൊക്കെ സംസ്കൃതമാണെന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താറുണ്ട്. മുഖം വേണ്ട, കുഞ്ഞി, മോന്ത എന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവയെല്ലാം നാം അറിയാതെ വന്ന് നമ്മുടെ ഭാഷാപരമായി മാറി. നമ്മുടെ തൂവാലയും കച്ചേരിയും ജനലും ഒന്നും നമ്മുടേതല്ല. തഹസീൽദാർ എന്ന് പറഞ്ഞാൽ പേർഷ്യനാണ്, പോലീസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, തത്ത് എന്ന പദം അറബിയാണ്, തപാൽ ഓഫീസ് എന്ന് പറയുമ്പോൾ തപാൽ മറാഠിയും ഓഫീസ് ഇംഗ്ലീഷുമാണ്, സെക്രട്ടേറിയറ്റ് എന്ന പദം ഫ്രഞ്ചാണ്. അപ്പോൾ ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ പ്രധാന ഭാഷകളിൽ നിന്നും നമ്മുടെ മലയാളത്തിൽ പദങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. കാലത്തിലൂടെ ഒഴുകി വരുന്ന ഒരു നദിയാണ് ഭാഷ. ഒരു നദിയിൽ കൈവഴികളിലൂടെ വെള്ളം വരികയും കൈവഴികളിലൂടെ വെള്ളം പോവുകയും ചെയ്യുന്നത് പോലെ എല്ലാ ഭാഷകളിലും അന്യഭാഷാ പദങ്ങൾ വരികയും ഭാഷകൾക്ക് പദങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് നാം അറിയാതെ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ് അന്യഭാഷാ പദങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മാനദണ്ഡം? എന്താണ് നയം? നമ്മുടെ നയം, പദസ്വീകാര നയത്തില് അന്യഭാഷകളുടെ കാര്യത്തിലുള്ള നയം, സമാന പദങ്ങൾ നമുക്കില്ലാത്ത ഘട്ടത്തിൽ അന്യഭാഷാ പദങ്ങൾ പരിഷ്കരിച്ചോ പരിഷ്കരിക്കാതെയോ നമുക്കിണങ്ങുന്ന വിധത്തിൽ സ്വീകരിക്കാം എന്നാണ്. സൂപ്പറിൻറ്റൻഡന്റ്,
സൂപ്രണ്ട് എന്ന് നമ്മൾ പരിഷ്കരിച്ച് ഉപയോഗിക്കുന്നു. ഫയലും മെമ്മോയും. ഫയൽ എന്നുള്ളതിന് നമുക്കുള്ള പഴയ പദം സഞ്ചയമാണ്. ഫയൽ ചെയ്തു എന്ന് ഉള്ളതിന് സഞ്ചയിച്ചു എന്നും സഞ്ചയനം നടത്തിയെന്നും വരെ എഴുതിയ ആളുകളുണ്ട്. ഭാഷയെ ചീത്തയാക്കരുത്. കഠിന സംസ്കൃത പദങ്ങൾ എഴുതുന്ന ആളുകളുണ്ട്. അല്ല, ലളിതമാകണം, സുതാര്യമാകണം, മനുഷ്യർക്ക് മനസ്സിലാകണം. പഥനാംഗം, ബോയിലിംഗ് പോയിന്റിന് പഥനാംഗമുണ്ട്. പഥനാംഗം നമ്മൾ പഠിച്ച നല്ല പദമാണ്, പക്ഷെ തിളനില എഴുതിയാൽ ആളുകൾക്ക് മനസ്സിലാവും. അമ്ലജനകം, പാക്യജനകം എന്നൊക്കെ ഫയലിൽ എഴുതുന്നവരുണ്ട്, നിവേദനത്തിൽ എഴുതുന്നവരുണ്ട്. ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ എഴുതിയാൽ അതാണ് നല്ല മലയാളം. അന്യഭാഷാ പദങ്ങള് നമുക്ക് സ്വീകരിക്കാം, സമാന പദങ്ങൾ ഇല്ലാത്ത ഘട്ടത്തിൽ. ദേശീയ ഭേദങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓരോ ദേശത്തുമുള്ള പദങ്ങൾ അല്ല, എല്ലായിടത്തും ഉപയോഗിക്കുന്ന പദങ്ങൾ വേണം. മാനക പദങ്ങൾ വേണം, മുഖം വേണം, മുഞ്ഞി മുന്ത വേണ്ട. അവിടെ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിരിക്കുന്ന കാണാം, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. എന്താണ് നിക്ഷേപം? അർത്ഥമറിഞ്ഞ് വേണം ഭാഷ ഉപയോഗിക്കാൻ. നിക്ഷേപം എന്ന വാക്കിന്റെ അർത്ഥം ആദായത്തോടെ തിരിച്ചെടുക്കുന്നത്. ആദായത്തോടെ തിരിച്ചെടുക്കുന്നത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചവറിടരുത് എന്നുള്ളതാണ് നല്ല ഭരണഭാഷ. അപ്പൊ ഇങ്ങനെ പദസ്വീകാരത്തെ സംബന്ധിച്ച്, പ്രയോഗങ്ങളെ സംബന്ധിച്ച്, അതുപോലെ കത്തുകളുടെയും ഉത്തരവുകളുടെയും മറ്റും മാതൃകകൾ സംബന്ധിച്ച് എല്ലാം സർക്കാർ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭരണഭാഷ എന്നൊരു പുസ്തകം ഡോക്ടർ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറ് മുതൽ ഇങ്ങോട്ടുള്ള 44 പ്രഗത്ഭരെഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച് ഞാൻ ഇരുന്നപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഭരണഭാഷാ പ്രയോഗങ്ങള്, ഭരണഭാഷാ പ്രശ്നങ്ങള്, ഭരണഭാഷാ പഠന പദ്ധതി, ഭരണഭാഷാ പ്രയോഗ പദ്ധതി തുടങ്ങി നിരവധി പുസ്തകങ്ങൾ. ഭരണശബ്ദാവലിയുണ്ട്, ഔദ്യോഗിക ഭാഷാ നിഘണ്ടുണ്ട്. ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ നമുക്കുണ്ട്. ഇവയൊക്കെ പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമേ ഭരണഭാഷ നന്നാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാഷ നന്നാകണം എന്നുള്ള ബോധം നമുക്കുണ്ടായാൽ, കോടതിയിലാണെങ്കിൽ വാദിയും പ്രതിയും വാവൊളിച്ച് നിൽക്കുകയാണ് മിക്കപ്പോഴും തങ്ങൾക്ക് വേണ്ടി എന്ന് അവരഭിമാനിക്കുന്നു വക്കീലന്മാർ പറയുന്നത്. തങ്ങളുടെ വക്കീൽ കസറി എന്ന് മാത്രം അവർക്ക് പറയാൻ അറിയാം, പക്ഷെ എന്ത് കസറി എന്ന് പറയാൻ അവർക്കറിഞ്ഞുകൂടാ. അതറിയണമെങ്കിൽ അവരുടെ ഭാഷയിൽ അവിടെ വാദങ്ങൾ നടക്കണം. ജഡ്ജി വിധി പ്രസ്താവിക്കുമ്പോൾ തൂക്കിക്കൊല്ലാനാണോ വിധിച്ചത്, വെറുതെ വിടാനാണോ വിധിച്ചത് എന്ന് വാദിക്കും പ്രതിക്കും മനസ്സിലാകണമെങ്കിൽ അവർക്കറിയാവുന്ന ഭാഷയിൽ അവിടെ വ്യവഹാരം നടക്കണം. അവിടുത്തെ ഭാഷ മലയാളമാകണം. കേരളത്തില് മറ്റു പല സംസ്ഥാനത്തും അവിടുത്തെ ഭാഷയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മുകളിലേക്ക് പോകുന്നതിന് ഇംഗ്ലീഷിലുള്ള വിധി പ്രസ്താവങ്ങൾ ഉപയോഗിക്കുന്നു, അവിടെയുള്ള നടപടിക്ക് സ്വന്തം ഭാഷയിലുള്ള വിധി പ്രസ്താവവും ഉപയോഗിക്കുന്നു. ഇങ്ങനെ എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്ത് നോക്കൂ, നാം പിന്തള്ളപ്പെട്ടു പോകുന്നത് അന്യഭാഷയിൽ ആശയവിനിമയം നടത്തേണ്ടി വരുമ്പോഴാണ്. അവനവന്റെ ഭാഷയിൽ. എന്തിന്? ഒരു 10-12 വർഷം മുമ്പ് 5-6 പേരാണ് സിവിൽ സർവീസിൽ കേരളത്തിൽ നിന്നും പാസ്സായി വന്നുകൊണ്ടിരുന്നത്. മലയാളം ഐച്ഛികമായി ഉപയോഗിക്കാം എന്ന് വന്നപ്പോൾ, മലയാളം അഭിമുഖത്തിന് വരെയും ഉപയോഗിക്കാം എന്ന് വന്നപ്പോൾ മലയാളികൾ കൂടുതൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി വരാൻ തുടങ്ങി. 10-60 ഒക്കെയായി ഇപ്പോഴത്തെ സംഖ്യ. അതിൻ്റെ അർത്ഥം എന്താ? ആശയവിനിമയം പൂർണ്ണമായി ആയി. മലയാളത്തിൽ ആശയവിനിമയം നടത്തേണ്ടി വരുമ്പോൾ എന്ത് സുഖമാണ്. കേരളത്തിലുള്ള എല്ലാ നിയമങ്ങളും മലയാളത്തിൽ
വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എളുപ്പമാണ്. എല്ലാ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളിൽ മലയാളത്തിലും വിവരങ്ങൾ കിട്ടും. നിയമങ്ങളും നിർദ്ദേശങ്ങളും കോഡുകളും മാനുവലുകളും എല്ലാം കിട്ടുമെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമാണ്, ഉദ്യോഗസ്ഥർക്ക് എന്ത് എളുപ്പമാണ്. എല്ലാ കാര്യങ്ങളും ഭരണകാര്യങ്ങളും മലയാളത്തിൽ നടക്കണം. ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ട അവസരങ്ങളിൽ മാത്രം ഇംഗ്ലീഷ് ഉപയോഗിക്കണം. ന്യൂനപക്ഷം ഉപയോഗിക്കേണ്ട അവസരത്തിൽ മാത്രം ആ ന്യൂനപക്ഷം ഭാഷ ഉപയോഗിക്കണം. ഇതാണ് അന്യഭാഷകളെ അകറ്റി നിർത്തുക എന്നുള്ളതല്ല. നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ ഭരണം മനസ്സിലാകണം എന്നുള്ളതാണ് ഭരണഭാഷാ മാറ്റത്തിൻ്റെ ആവശ്യം. അതുകൊണ്ട് ഭാഷ വളർത്തുക, ഭരണഭാഷ മാറ്റത്തിന് വേണ്ടി നമ്മൾ എല്ലാ നിലയിലുള്ള ആളുകളും അതിനു വേണ്ടി പരിശ്രമിക്കുക. നാം നമ്മുടെ അമ്മയെ നോക്കുന്ന പോലെ നമ്മുടെ ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി നോക്കുക. ഡോക്ടർ ജെയിംസ് ഹെൻറി കസിൻസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ലോകകവി, ഇംഗ്ലീഷ് കവി, ഐറിഷുകാരൻ, കേരളത്തിൽ അദ്ദേഹം തിരുവിതാംകൂർ സർവകലാശാല തുടങ്ങിയപ്പോൾ നമ്മുടെ ലളിതകലാ വകുപ്പിൻ്റെ അധ്യക്ഷനായിരുന്നു. 14 വർഷം തിരുവിതാംകൂർ സർവകലാശാലയുടെ കലോപദേഷ്ടാവായിരുന്നു. അടയാറിലെ കലാക്ഷേത്രത്തിൻ്റെ ഉപാധ്യക്ഷനായിരുന്നു. അദ്ദേഹം പ്രഭാഷകനായിരുന്നു. തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ പ്രചാരകനായിരുന്നു. മൈസൂർ സർവകലാശാലയിൽ വെച്ച് ഒരു പ്രഭാഷണത്തിന് ചെന്നപ്പോൾ അവിടുത്തെ സർവകലാശാല വൈസ് ചാൻസലർ KV പുട്ടപ്പ എന്ന പ്രഭാഷകനെ കവിയെ പരിചയപ്പെടുത്തി. അപ്പോൾ ഈ KV പുട്ടപ്പ ഇംഗ്ലീഷിൽ കവിതകൾ എഴുതിക്കൊണ്ട് നടന്ന ഒരു സർവോദയ പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ്, ഗാന്ധിജിയുടെ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത വായിച്ചിട്ട് ജെയിംസ് ഹെൻറി കസിൻസ് പറഞ്ഞു, എന്താണ് താങ്കളുടെ ആശയവും ആദർശവും ഒന്നും ഈ കവിതയിലില്ലല്ലോ, താങ്കൾ എന്താണ് ഇംഗ്ലീഷ് കവികളെ അനുകരിച്ച് അതേ രീതിയിൽ എഴുതുന്നത്, താങ്കളുടെ ഭാഷയിൽ എന്താ എഴുതാത്തത്? അപ്പം എൻ്റെ ഭാഷ കന്നഡയാണ്, അതൊരു ചെറിയ ഭാഷയാണ്. ആര് പറഞ്ഞു കന്നഡ ചെറിയ ഭാഷയാണെന്ന്? താങ്കൾ ബംഗാളിയിലേക്ക് നോക്കൂ. ടാഗോർ വരുന്നത് വരെ ആളുകളൊക്കെ ബംഗാളി ചെറിയ ഭാഷയാണെന്ന് പറഞ്ഞു. ടാഗോർ ബംഗാളി ഭാഷയുടെ എല്ലാ ശാഖകളെയും സമ്പുഷ്ടമാക്കി ബംഗാളി വലിയ ഭാഷയാണ്. താങ്കളുടെ ദൗത്യം താങ്കളുടെ ഭാഷയെ സമ്പുഷ്ടമാക്കുക എന്നതാണ്. അതുകൊണ്ട് താങ്കൾ താങ്കളുടെ ഭാഷയിൽ എഴുതൂ, താങ്കൾക്ക് നല്ലത് വരും എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് KV പുട്ടപ്പയാണ്. പിന്നീട് കുവമ്പു എന്ന തൂലികാനാമത്തിൽ വിശ്വ പ്രസിദ്ധനായത്. കന്നഡയിൽ മാത്രമേ അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുള്ളൂ. സർവകലാ വൈസ് ചാൻസലറായിരുന്നപ്പോഴും അദ്ദേഹം തൻ്റെ ഭാഷയിൽ മാത്രമാണ് എഴുതിയത്. ലോകത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഷകളിലേക്കെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികൾ തർജ്ജമ ചെയ്യപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ജെയിംസ് ഹെൻറി കസിൻസ് എന്നെ വാക്കുകൊണ്ട് പ്രഹരിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ നന്നാവുകയില്ലായിരുന്നു എന്ന്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരവും പത്മവിഭൂഷണും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. കുവമ്പു യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ട്. മലയാളത്തിലും വന്നിട്ടുണ്ട് കിന്നരി യോഗി എന്ന പുസ്തകം. അപ്പോൾ സ്വന്തം ഭാഷയിലൂടെ വിശ്വപൗരനാകാം. ഏതു ഭാഷയും നല്ലതാണ്. പക്ഷേ അവനവൻ്റെ ഭാഷയിലും സംസ്കാരത്തിലും വേരാഴ്ത്തി ഊർജം ഉൾക്കൊണ്ട് അന്യഭാഷകളിലേക്ക് നാം വളരണം. ഇതാണ് എൻ്റെ വായന ദിന സന്ദേശം. 1 മണിക്കൂർ ആയി. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. എനിക്ക് ഇഷ്ട വിഷയം ആണ് ഇത്. 3 മണിക്കൂറാണ് കുറഞ്ഞത് ക്ലാസ് എടുക്കുക. 1 മണിക്കൂർ കൊണ്ട് തൽക്കാലം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ പ്രായോഗിക വശത്തെപ്പറ്റി
ശിക്ഷാ നടപടികളെ പറ്റി, തെരുവുകളെ പറ്റി ഒക്കെ ഒരുപാട് പറയാനുണ്ട്. അതെല്ലാം അവസരമുണ്ടാകുമെങ്കിൽ, കിട്ടുമെങ്കിൽ പിന്നീട് ഒരിക്കലാകാം. പറഞ്ഞാൽ തീരാത്ത ഒരു വിഷയമാണ് ഭാഷയും. നന്ദി, നമസ്കാരം. ചോദിക്കോളൂ. പാർട്ടിസിപ്പൻസിന് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ഹലോ സർ, കേൾക്കാമോ? നമസ്കാരം, കേൾക്കാം. നമസ്കാരം സർ. ഈ സർക്കാർ ഓഫീസുകളിൽ ഈ ഫ്രം എന്നതിന് പകരം പ്രേഷിതൻ എന്ന് പലപ്പോഴും ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. ആക്ച്വലി സത്യത്തിൽ അത് പ്രേക്ഷകൻ അല്ലേ അതിൻ്റെ ശരി? അതിന് ഭരണഭാഷ പ്രയോഗങ്ങൾ എന്നുള്ള പുസ്തകമുണ്ട്. ഇംഗ്ലീഷ് മലയാളം ഭരണ ശബ്ദകോശമുണ്ട്. ഫ്രം എന്നുള്ളതിന് ഒരിടത്ത് ഞാൻ ഈ വാരാഘോഷത്തിന് സർക്കാർ ഓഫീസുകളിൽ മീറ്റിങ്ങുകളുണ്ട്, മീറ്റിങ്ങുകൾക്ക് ഞാൻ പോകാറുണ്ട് അന്ന് മുതൽ. അപ്പോൾ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ബോർഡുകൾ വെച്ച് ഇംഗ്ലീഷ് പദങ്ങളും സമാന മലയാള പദങ്ങളും എഴുതണം എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഒരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്രം എന്നെഴുതി പ്രേഷിതൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ഒറ്റ പദമേ അവിടെ എഴുതിയിട്ടും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കയറി ചെന്ന് കഴിഞ്ഞ ആദ്യം തുടങ്ങിയത് ബോർഡ് കണ്ടു, ഗണപതിക്ക് വെച്ചത് തന്നെ കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ. ഗണപതിക്ക് വെച്ച് കാക്ക കൊണ്ടുപോയി. അങ്ങനെയാണ് പലയിടത്തും. എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നു ശരിയാണ് എന്ന് വിചാരിച്ചാണ് പലപ്പോഴും പലരും എഴുതുന്നത്. ഇതിന്റെ നേരൊന്നും അന്വേഷിക്കാറില്ല. പ്രേക്ഷിതൻ എന്ന് എഴുതുന്നവരുണ്ട്, പ്രേക്ഷിതൻ എഴുതുന്നവരുണ്ട്, പ്രേക്ഷകൻ എന്ന് എഴുതുന്നവരുണ്ട്, പ്രേക്ഷകൻ എന്ന് എഴുതുന്നവരുണ്ട്. ഈ നാലിന്റെ വ്യത്യാസം അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുക. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ, പ്രേക്ഷകൻ. പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടവൻ. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അയക്കുന്നയാൾ. പ്രേഷിതൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടയാൾ. അപ്പൊ പ്രേക്ഷകൻ ആണ് പ്രേക്ഷകനാണ് അയക്കുന്നയാൾ. എന്നാൽ നമ്മുടെ സർക്കാർ നിർദ്ദേശം കത്തുകളുടെ മാതൃകയിൽ എഴുതുമ്പോൾ നമ്മളിപ്പോ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അയക്കുന്ന കത്താണ്. അപ്പൊ മുകളിൽ കത്തിന്റെ നമ്പർ, വലതുവശത്ത് ഓഫീസ് മൃഗസംരക്ഷണ ഡയറക്ടറേറ്റ് തിരുവനന്തപുരം, തീയതി, ഇടതുവശത്ത് താഴെ ഡയറക്ടർ എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ മുകളിൽ പ്രേക്ഷകനോ പ്രേക്ഷിതനോ ഒന്നും എഴുതണ്ട. ശരിയായിട്ടുള്ളത് പോലും എഴുതണ്ട. കാരണം ഭാഷയുടെ എല്ലാം സങ്കീർണതയിൽ നിന്ന് ലാളിത്യത്തിലേക്കാണ് യാത്ര. ഫ്രമ്മും ടു എഴുതുന്ന ഇംഗ്ലീഷിന്റെ രീതിയാണ്. പണ്ട് നമ്മൾ ഇന്നാർക്ക് സമർപ്പിക്കുന്നത് എന്നും പറഞ്ഞായിരുന്നു നമ്മൾ ശീർഷകമായിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ അത് വേണ്ട. ഓഫീസ് കത്തിന്റെ മാതൃക പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഡയറക്ടർ ആർക്കാണോ കിട്ടേണ്ടത് ആ ആളിന്റെ പൂർണ്ണമായ വിലാസം തൊട്ട് കുറച്ച് താഴെയായിട്ട് പൂർണ്ണമായി എഴുതുക. അവിടെ ടൂവും വേണ്ട, ഫ്രമും ടൂവും വേണ്ട. നമ്മുടെ മേൽവിലാസം എഴുതുമ്പോൾ, കത്തുകളുടെ മേൽവിലാസം എഴുതുമ്പോൾ നമ്മൾ ഒരിടത്തും നമ്മൾ ടു എഴുതേണ്ട കാര്യമില്ല. സ്വീകർത്താവെന്നോ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഗ്രാഹകൻ എന്ന് എഴുതുന്നവരുണ്ട്. എന്തിനാണ് നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള പദങ്ങൾ ചേർക്കുന്നത്? അപ്പോൾ ഇതിന് വ്യക്തമായ നിർദ്ദേശം
സർക്കാർ നൽകിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. ഫ്രമിൻ്റെ ശരിയായ മലയാളം പ്രേക്ഷകൻ ആണ്, പക്ഷെ ആവശ്യമില്ലാത്തടത്ത് ഒഴിവാക്കുക. നന്ദി സർ. സന്തോഷം. ചോദിച്ചേ. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ. സാർ, എനിക്ക് ചോദിക്കാനുള്ളതേ, സാറിപ്പോൾ നമുക്ക് കേരളത്തിൽ ഓരോ ജില്ലയിലുള്ള അല്ലെങ്കിൽ ഒരു ജില്ലയിൽ തന്നെ പല ഭാഗത്തുമുള്ള പ്രാദേശിക മലയാളത്തിൻ്റെ ഭേദങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു. അതിൻ്റേതായിട്ട് സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, അത് നിലനിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ സ്വദേശം കണ്ണൂരാണ്, അസ്മാബി കോളേജിൽ തന്നെ അധ്യാപകനാണ് ഞാൻ തൃശ്ശൂർ പൊതുവേദികളിൽ കേട്ടിട്ടുള്ള, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വികലമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഉച്ചാരണം വിദ്യാഭ്യാസം എന്നുള്ള വാക്കാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിദ്യാഭ്യാസം എന്ന് നീട്ടി തന്നെ പറയുന്നതാണ് ഉച്ചാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വിദ്യാഭ്യാസം എന്നാണ് തൃശ്ശൂർ ജില്ലയിൽ പലയിടത്തും ഞാൻ കേട്ടിട്ടുള്ളത്. ഈ ജില്ലക്കാരെ ഇതായിട്ട് കാണുന്നതല്ല, അതേപ്പറ്റി ഒരു കാഴ്ചപ്പാട്, അതാണ് എനിക്ക് എൻ്റെ അറിവിലേക്കായിട്ട് അല്ലെങ്കിൽ സാറിൻ്റെ ഒരു വീക്ഷണം എന്താണെന്ന് അറിയാനുള്ളത്. മറ്റൊന്ന്, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ഫിഷറീസാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ കാര്യം അറിയാവുന്ന പല കുട്ടികളും വളരെ ബുദ്ധിമുട്ടി അത് എഴുതാൻ അറിയാത്തതുകൊണ്ട്, ഇത് പൊതുവിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമത്തിൽ കൂടെ പരീക്ഷ എഴുതുമ്പോൾ പല വിഷയങ്ങളിലും, ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, പ്രാദേശിക ഭാഷയിൽ എഴുതാനുള്ള ഒരു അനുവാദം പലപ്പോഴും ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. അതൊരു എന്താ പറയുക, അങ്ങനെ ഒരു നിർദ്ദേശം നിലനിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നതെങ്കിലും പലപ്പോഴും അത് നടപ്പിലാവാറില്ല. ഞാൻ എന്ന് പറഞ്ഞു വരുന്നത്, എൻ്റെ പല കുട്ടികളും, പ്രത്യേകിച്ച് ഒരു 1-2 മുഖങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ 20 കൊല്ലത്തെ സർവീസിൽ. അവർക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ ഇംഗ്ലീഷിലേക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ 2-3 സെൻറ്റൻസ് കഷ്ടിച്ച് വാചകങ്ങൾ എഴുതി പിന്നെ മലയാളത്തിലാണ് അവർ എഴുതി വെക്കുന്നത്. മലയാളത്തിൽ എഴുതി വെക്കുന്നത് കൊണ്ട് തന്നെ അതിന് മാർക്ക് കൊടുക്കാൻ പറ്റാത്ത ഇതുണ്ട്. കുട്ടിക്ക് കാര്യം അറിയാം എന്ന് വളരെ വ്യക്തം, അപ്പോൾ അവർക്കത് എഴുതാൻ പറ്റാത്തത് കൊണ്ട് മലയാളത്തിൽ എഴുതി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ശിക്ഷയായിട്ട് നമ്മൾ മാർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നയപരമായിട്ട് യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു കാര്യമാണ്. ഈ 2 കാര്യത്തിന്, ഈ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലുള്ള ഉച്ചാരണവും ഇതുപോലെ സർവകലാശാലകൾ കാണിക്കുന്നതായിട്ടുള്ള ഇത്തരം എന്താ പറയേണ്ടത് ബുദ്ധിമുട്ടുകളൊക്കെ, അതേപ്പറ്റി ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാനും ഇതിനിപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയൊക്കെ എന്താണ് സാറിൻ്റെ വീക്ഷണം ഇത്തരം കാര്യങ്ങളിൽ, അതറിയാനാണ്. ഓക്കെ സാർ. നമസ്കാരം ഡോക്ടർ കേശവൻ. താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. കേരളത്തിലെ ദേശീയ ഭേദങ്ങൾ നിരവധിയാണ്. അതാണ് ഞാൻ 6 മലയാളിക്ക് 100 മലയാളം എന്ന തുടക്കത്തിൽ പറഞ്ഞത്. ഭാരതത്തിൽ തന്നെ 197 ഭാഷകളും 544 ദേശമൊഴികളും ഉണ്ട്. കേരളത്തിലും അതേപോലെ നിരവധി ഭാഷാഭേദങ്ങളുണ്ട്. ഇതെല്ലാം നല്ല ഭാഷകളാണ്. അത് പ്രയോഗിക്കുന്നവർക്ക്, ഭാഷാ ഗവേഷകർക്കും ഭാഷാശാസ്ത്ര പഠിതാക്കൾക്കും അവ പ്രിയപ്പെട്ടവയാണ്. പക്ഷേ ഭരണഭാഷ മാനക ഭാഷയാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർ മാനക ഭാഷയിൽ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്, എഴുതേണ്ടത്. അതേപോലെ വിദ്യാർത്ഥികളും മാനക ഭാഷയാണ്, ഭരണഭാഷയായാലും ബോധന ഭാഷയായാലും അത് കൈകാര്യം ചെയ്യേണ്ടത് മാനക ഭാഷയിലാണ്. വിദ്യാഭ്യാസം ആണ് ശരി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വിദ്യ അധികം അഭ്യാസം വിദ്യാഭ്യാസമാകില്ല, വിദ്യാഭ്യാസമേ ആകുള്ളൂ വ്യാകരണം അനുസരിച്ച്. അതുകൊണ്ട് ഉച്ചാരണം വിദ്യാഭ്യാസമാണ്. ഞാൻ തുടക്കത്തിലെ വായന ദിനത്തെ പറ്റി എടുത്തു പറയാൻ കാരണവും അതാണ്. ആവശ്യമില്ലാതെ ദീർഘം ചേർക്കുക,
ആവശ്യമില്ലാതെ ദീർഘമുള്ളിടത്ത് കുറുക്കുക, ഇതൊക്കെ നമ്മുടെ ഒരു ശീലമാണ്. അത് ശരിയായ പദബോധം ഇല്ലാത്തത് കൊണ്ട് വരുന്ന കാര്യമാണ്. ഞാൻ പല ദൃശ്യമാധ്യമങ്ങൾക്കും കത്തെഴുതിയിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഭാഷയൊന്ന് ഉച്ചാരണം നന്നായിട്ട് പഠിപ്പിച്ചിട്ട് വേണം വാർത്ത വായിക്കുന്നവരെങ്കിലും എന്ന് ഞാൻ പറഞ്ഞു. വാർത്ത വായിക്കുന്നവരെങ്കിലും ആ അമൃതയിലുള്ള ഒരു വാർത്ത വായിക്കുന്നയാൾ മാനദണ്ഡം എന്നേ പറയുള്ളൂ. മാനദണ്ഡം ഇണ്ടയല്ല, ഇണ്ടയാണ്, നായും ഡായുമാണ്. മാനദണ്ഡം, ക്രൈറ്റീരിയ എന്ന് മാനദണ്ഡമാണ്. ഈ ഇണ്ട പറയേണ്ടതിന് പകരം ഇണ്ട, അത് ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും ഈ പ്രോട്ടോകോൾ എന്നുള്ളതിന് ഇപ്പോൾ അത് മാനദണ്ഡം മാനദണ്ഡം എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അദ്ദേഹം ഒരാളെ മാത്രം പറഞ്ഞതല്ല, പലരും ഇങ്ങനെ ഉച്ചാരണം. ഭാര്യ എന്നുള്ളതിന് ഭാര്യ, ഭർത്താവ്, വിദ്യാർത്ഥി എന്നൊക്കെ പറയുന്ന അനേകം ആളുകളുണ്ട്. അതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറയാൻ ഒരു ഭാഷ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ആർക്കും പറ്റില്ല. ശരിയായിട്ടുള്ളത് വിദ്യാഭ്യാസമാണ്, ഭാര്യയാണ്, ഭർത്താവാണ്. നമുക്ക് ലാ ളാ രാ റാ ശാ സ ന ന ളാ ഴ ഇതൊക്കെ വേർതിരിച്ചുച്ചരിക്കാൻ നമ്മുടെ നാക്കിന് വഴക്കമുണ്ട്. അത് വഴക്കമില്ലാതെ വരുന്നത് മലയാളം നന്നായിട്ട് ആദ്യമേ പഠിക്കാത്തത് കൊണ്ടാണ്. അതേ പഠിച്ചു കഴിഞ്ഞാൽ ഈ നന്നായിട്ട് അന്യഭാഷകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ നാക്ക് വഴങ്ങുകയില്ല. അതാണ് പല അവതാരകരുടെയും കൊഞ്ഞ ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരാദ്യം മലയാളം പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തം. പിന്നീട് മലയാളം പഠിക്കാൻ വരുമ്പോൾ ഈ നാക്ക് വഴങ്ങത്തില്ല. അപ്പോൾ നമുക്ക് അക്ഷരബാഹുല്യം ഒരു അനുഗ്രഹമാണ്. നേരത്തെ തന്നെ ഈ നാക്കുകളുടെ വഴക്കം ഉണ്ടാക്കുക വഴി ഇതെല്ലാം വേറിട്ടുച്ചരിക്കാം. ലോകത്തിൽ എവിടെ ചെന്നാലും അവിടുത്തെ ഭാഷ അവരുടേതായ ഉച്ചാരണത്തോടടുത്ത് അല്ലെങ്കിൽ അവരുടേതായ ഉച്ചാരണത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതും നമ്മളുടെ ഈ നാക്കിൻ്റെ വഴക്കം കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളുടെ അനുഗ്രഹം പലപ്പോഴും മലയാളം നേരാവണ്ണം പഠിക്കാത്തത് കൊണ്ട് ഉച്ചാരണത്തിൻ്റെ വൈകല്യം അത് നമ്മുടെ ഭാഷ പറയുന്നവരുടെ ഒരു സ്വഭാവമായിരിക്കുന്നു. അത് നേരായി ഉച്ചരിക്കാൻ പഠിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെയും പറയുന്ന തെറ്റുകൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട. നമ്മൾ പറയുന്നത് തന്നെയാണ് ശരി. വിദ്യാഭ്യാസം ആണ് ശരി. അതുപോലെ ഓരോ ദേശത്തുമുള്ള ദേശഭേദങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാവില്ല. അപ്പി കലക്കിയ ബോഞ്ചിയാണിത് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ക്ലാസ്സിൽ എടുത്തുകൊണ്ട് തരുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നും. പക്ഷെ തിരുവനന്തപുരത്ത് താമസിച്ച് ഇവിടുത്തെ ഭാഷ ശീലമുള്ളവർക്ക് അത് കുട്ടി തയ്യാറാക്കിയ നാരങ്ങ വെള്ളം ആണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. എനിക്ക് ആദ്യം കണ്ണൂരി എന്നപ്പോൾ ഞാൻ കേട്ടതാണ് ഓൻ കീഞ്ഞു വാങ്ങിയ ആളെതിരിക്കുന്നു. പിന്നെ ഞാൻ മറ്റൊരാളോട് ഒരു കണ്ടക്ടറോട് ചോദിച്ചാണ് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഓരോ ദേശത്തും ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ ക്രമേണ അതെല്ലാം നമ്മൾ മനസ്സിലാക്കും. അതൊക്കെയും മനസ്സിലാക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. മാനക ഭാഷ വൃത്തിയായി അറിഞ്ഞിരിക്കണം, പറയാനും എഴുതാനും വായിക്കാൻ. അടുത്ത രണ്ടാമത്തെ കാര്യം, ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നു. നമ്മുടെ കുട്ടികളായാലും നമ്മളായാലും അന്യഭാഷയിൽ പരീക്ഷ എഴുതേണ്ടി വരുമ്പോൾ വിഷമിക്കുന്നുണ്ട്. നമുക്കറിയാം പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കറിയാം എഴുതാൻ പറ്റുന്നില്ല. നമ്മുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് സിവിൽ സർവീസിൽ മലയാളം ഐച്ഛികമായി എടുക്കാമെന്നും മലയാളം അഭിമുഖത്തിന് ഉപയോഗിക്കാമെന്നും ഉള്ള വ്യവസ്ഥ ഉണ്ടായത്. അതുപോലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി സർവകലാശാല തലത്തിലുള്ള പരീക്ഷകളിൽ മലയാളം ഉപയോഗിക്കാം. പക്ഷേ യൂണിവേഴ്സിറ്റി ഇപ്പോഴും പല യൂണിവേഴ്സിറ്റിയും സമ്മതിക്കുന്നില്ല. 1969 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയത്
സർവകലാശാല തലത്തിൽ മലയാളം ഉപയോഗിക്കത്തക്കവണ്ണം ഭാഷയെ സജ്ജമാക്കാൻ, വിഷയങ്ങളെ സജ്ജമാക്കാൻ ഉള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. സർവകലാശാല തലത്തിലുള്ള പാഠപുസ്തകങ്ങൾ ആണ് ആദ്യമൊക്കെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നത്. എല്ലാ വിഷയങ്ങളെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് 15 പുസ്തകങ്ങളിലേറെ ഇപ്പം നമുക്ക് കിട്ടും. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും മലയാളത്തിൽ പുസ്തകം. എന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള ദേശങ്ങളിലൊക്കെ അവിടുത്തെ ഭാഷയിലാണ് ഗവേഷണ പ്രബന്ധം വരെ എഴുതുന്നത്. എൻ്റെ വ്യക്തമായ അഭിപ്രായം, കേരളത്തിലെ എല്ലാ തലങ്ങളിലും മലയാളത്തിൽ നമുക്ക് എഴുതാനും പറയാനും നമുക്ക് കഴിയണം. എങ്കിലേ ജനാധിപത്യം സാർത്ഥകമാവുകയുള്ളൂ. ഇത് കേരളത്തിലെ മലയാളത്തിന് വേണ്ടി ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നില്ല. തമിഴ്നാട്ടിൽ അത് സമ്മതിക്കത്തില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണം വന്നാലും അവരുടെ ഭാഷ അവരുടെ തായ്മൊഴിയാണ്, അവരുടെ അമ്മ ആണത്. അതിനുവേണ്ടി അവര് മാതാവിൻ്റെ രൂപം തന്നെയാണ് ഭാഷയുടെ പ്രതീകമായിട്ടുണ്ടാക്കി വെക്കുന്നത്. നമ്മൾ നിർദ്ദേശങ്ങൾ ഇറക്കും, അവർ തന്നെ മലയാളത്തിൽ കൊടുക്കുന്ന ഒരു നിവേദനത്തിൽ എക്സാമിൻ ആൻഡ് പുട്ട് അപ്പ് ഇമ്മീഡിയറ്റ്ലി എന്ന് എഴുതും. ഇതാണ് നമ്മുടെ കഷ്ടം. നിയമങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അത് തങ്ങളും കൂടി പാലിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകും. കേരള യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ഇക്ബാൽ വൈസ് ചാൻസലറായിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ അവിടെ ഭരണഭാഷ മലയാളമാക്കുന്നതിനുള്ള പ്രായോഗിക നടപടികളും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷെ എല്ലാ സർവകലാശാലകളും അത് നടപ്പിലാക്കിയിട്ടില്ല. ഇംഗ്ലീഷാണ് ഇപ്പോഴും മാന്യതയുടെ അടയാളം. ഈ ബോധം എന്ന് മാറുന്നോ അന്നേ നാം നന്നാവുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം. വ്യക്തമല്ലേ? നന്ദി സർ, നന്ദി. ഇനിയുണ്ടോ ചോദ്യം? വരട്ടെ. നന്നായി. ആർക്കും ചോദിക്കാൻ കുട്ടികളൊന്നും ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നറിയാൻ ഉള്ള ഒരു ഉപാധി തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. ക്ലാസ് നേരിട്ടെടുക്കുമ്പോഴാണ് ഞാൻ മിക്കവാറും എല്ലാവരെ കൊണ്ട് ഓരോ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്. ഇപ്പം നേരിട്ടെടുക്കുമ്പോൾ, നേരിട്ട് സംസാരിക്കുമ്പോൾ ഒരു സുഖവും ഈ വെബിനാറിലൊന്നും കിട്ടുന്നില്ല. പിന്നെ എന്താ പറയുന്നത്, ഇത്രയെങ്കിലും നമ്മുടെ കാലത്ത് നടക്കുന്നല്ലോ, അതിനൊക്കെ തക്കെങ്കിലും നമ്മൾ വളർന്നല്ലോ. ഒരു കൂട്ടം കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഔദ്യോഗിക മലയാളം സോഫ്റ്റ്വെയർ നിർമ്മാണമൊക്കെ വളരെ പുരോഗമിച്ചതായിരുന്നു. അതുപോലെ നിള, കാവേരി എന്നിങ്ങനെയുള്ള പല ഘട്ടങ്ങളിൽ നമ്മുടെ സോഫ്റ്റ്വെയർ നിർമ്മാണം പുരോഗമിച്ചിരുന്നു. അപ്പോൾ യൂണിക്കോഡ് സംവിധാനത്തിലേക്ക് നമ്മൾ മാറി. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെയും നിയമപരമായ, വ്യാകരണപരമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ എഴുത്തിലായാലും ടൈപ്പിങ്ങിലായാലും അച്ചടിയിലായാലും പല പ്രശ്നങ്ങളും കാണുന്നത് ഈ ശരിയായിട്ടുള്ള പദബോധം കുറയ്ക്കാത്തത് കൊണ്ടാണ്. ആ കുട്ടി എന്നെഴുതാൻ കുണുക്കിട്ടെഴുതുന്നതാണോ ശരി, അതോ പഴയ രീതിയിൽ പൂ എന്നെഴുതുന്നതാണോ ശരി എന്ന് ചോദിച്ച് ഇപ്പോഴും ഫോണിൽ സംശയങ്ങൾ വരാറുണ്ട്. രണ്ട് ശരിയാണ്. നമ്മൾ 69 ഡോക്ടർ സൂര്യനാട് കുഞ്ഞമ്പിള്ള സാറിൻ്റെയും ഡോക്ടർ NV കൃഷ്ണകുമാരൻ സാറിൻ്റെയും 2 കമ്മീഷനുകൾ, അവരുടെ കമ്മീഷനുകൾ സമർപ്പിച്ച റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് 71 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ലിപിയുടെ ലഘൂകരണമൊക്കെ നടന്നത്. 530 ലിപി രൂപങ്ങൾ ഉണ്ടായിരുന്നത് അച്ചടിക്കും ടൈപ്പിങ്ങിനുമായിട്ട് 90
ലിപിരൂപങ്ങളായി കുറച്ചപ്പോഴാണ് ഈ കു കു ഇതുപോലെയുള്ള അക്ഷരങ്ങളിൽ നിന്നെല്ലാം ഊവിനുള്ള ചിഹ്നം വേർപെടുത്തിയെടുത്തത്. അങ്ങനെ വ്യഞ്ജനവും ചില്ലും കൂടെ ചേർന്ന് വരുന്നതിൻ്റെ ഉള്ള ചില്ലരൂപങ്ങൾക്ക് സ്വരരൂപങ്ങൾക്ക് വേറിട്ട ലിപി മാതൃകകൾ ഉണ്ടാക്കിയാണ് നമ്മൾ ലിപി സംഖ്യ കുറച്ചത്. അപ്പോൾ അച്ചടിക്കും ടൈപ്പിങ്ങിനും വേണ്ടി മാത്രമായിരുന്നു ആ പരിഷ്കരണം. എഴുത്തിന് പഴയ രൂപം തന്നെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. വൈദഗ്ധ്യം എഴുതുന്നതിന് ധായും ചേർന്നൊരക്ഷരം അതിപ്പോൾ ഇന്ന് കണ്ടാൽ പല കുട്ടികൾക്കും അറിഞ്ഞുകൂടാ. കാരണം എഴുത്തിന് പഴയ രീതി സ്വീകരിക്കാതെ വന്നു. ഈ അച്ചടിച്ച പുസ്തകങ്ങളിലുള്ള മാത്രം നമ്മൾ പഠിച്ചു. ധായും ആയി അങ്ങനെ ഇത് തമ്മിലുള്ള തിരിച്ചറിയാതെ വന്നതും ഭാഷയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏത് ഭാഷയ്ക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭാഷ ഉപയോഗിക്കുന്നവരുടെ നാവുകളിലും അവരുടെ വിരൽത്തുമ്പുകളിലുമാണ് ഇപ്പോൾ ഭാഷ വളരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും സജ്ജമാവുക, നാവും വിരലും, എങ്കിൽ മാത്രമേ ഭാഷ നന്നാവുകയുള്ളൂ. ഇനിയും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് പ്രയാസമില്ല, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും. സർ നമസ്കാരം. സർ കേക്കാം. ഓഡിബിൾ ആണോ സർ? കേക്കാം. 2 വാക്കുകളുടെ ഉച്ചാരണത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു സർ. ബ്രഹ്മാവ് എന്ന വാക്കിലും സഫലം എന്ന വാക്കിലുമായിരുന്നു. ആർദ്ര ഒരു കുസൃതി ചോദ്യം ചോദിക്കുക, അത്രയേ ഉള്ളത്. അതായത് അല്ല, കവിതയൊക്കെ പാടുമ്പോൾ ഇങ്ങനെ സഫലത്തിൻ്റെത് പല ആൾക്കാരും പല രീതിയിലാണ് നമ്മളോട് പറയുന്നത്. അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അങ്ങനെ പറയുന്നതുകൊണ്ട് ചോദിച്ചാണ് സർ. ഭായും ഒരേപോലെ ഉച്ചരിക്കുന്നുണ്ട്. ആ ഉച്ചാരണത്തിൻ്റെ ഭേദം അറിയാത്തത് കൊണ്ടാണ് അത് ഒരേപോലെ ഉച്ചരിക്കുന്നത്. നേരത്തെ ഡോക്ടർ കേശവൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞവൻ പറഞ്ഞു, നേരായി ഉച്ചരിക്കണമെങ്കിൽ അക്ഷരങ്ങളെല്ലാം വഴക്കുക എന്നത് മാത്രമേ അതിന് വഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഡൽഹിയിലെ മലയാള ഭാഷ പഠനം തുടങ്ങാനായിട്ട് പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും ഉണ്ടാക്കി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ദീർഘകാലമായി അവിടെ താമസിക്കുന്ന അധ്യാപകരല്ലാത്ത വീട്ടമ്മമാരായിട്ടുള്ള ആളുകളെയാണ് അവിടെ അധ്യാപകരായി കൂടുതലും തിരഞ്ഞെടുത്തതും അവർക്ക് പരിശീലനം നൽകിയത്. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ ഉച്ചാരണം. അപ്പം ഞാൻ അവിടെ കേരള സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപികയോട് തന്നെ എങ്ങനെയാണ് അക്ഷരങ്ങൾ പഠിപ്പിക്കുക, സ്വരാക്ഷരങ്ങളുടെ കാര്യത്തിൽ പ്രശ്നമില്ല, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നുള്ള രീതിയിൽ ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് സാർ. ഈ രീതിയിലാണ് ഞാൻ അവരെ കൊണ്ട് നൃത്തം ചെയ്യിച്ചുകൊണ്ടാണ് ആ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയും നമ്മുടെ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കരുത്, അതല്ല അതിൻ്റെ ഉച്ചാരണം. നെല്ല് കുത്തുന്നത് പോലെയുള്ളതല്ല അക്ഷരങ്ങളുടെ ഉച്ചാരണം. എന്താ കുഴപ്പം? ബ്രഹ്മം എന്നുള്ളതിന് ഹായാണ് ആദ്യം. ബ്രഹ്മം എന്ന് പറയുന്നവരുണ്ട്, ബ്രഹ്മം എന്ന് പറയുന്നവരുണ്ട്. ഹായാണ് ആദ്യം. ബ്രഹ്മം ഒടുവിൽ വരണം, ഹാ ആദ്യം വരണം. ഉച്ചാരണം എന്ന് പറയുന്നത് ഭാഷയുടെ ഒരു സൗഭാഗ്യ. ആ സൗഭാഗ്യം ശീലം കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. അത് നമ്മൾ നിരന്തരം ശീലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഭാഷ നാവിന് വഴങ്ങിയിട്ട് വേണം പിന്നെ നമുക്ക്
വർത്തമാനത്തിലേക്ക്, എഴുത്തിലേക്ക് ഒക്കെ വരാനായിട്ട്. അതുകൊണ്ട് ആദ്യം ഭാഷ നമുക്ക് വഴങ്ങണം, ഭാഷ ശീലമാക്കണം. നമ്മുടെ വീട്ടിലായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും എപ്പോഴും നമ്മൾ ഭാഷ പ്രയോഗിക്കണം. ആ ഭാഷ പ്രയോഗിച്ച് അതങ്ങ് ശീലമാണ്. അപ്പോൾ അത് ആദ്യം അത് തന്നെയല്ല, കുട്ടികളോട് നമ്മൾ ഉറക്ക സംസാരിച്ച് പഠിക്കാൻ പറയണം. കൊച്ചുകുട്ടികളോട്, മുതിർന്ന കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല, കൊച്ചുകുട്ടികളോട് പറയണം. എന്തിനറിയാം? അവർ ഉച്ചരിക്കുന്നത് നമുക്ക് കേൾക്കണം. ആ ഉച്ചരിക്കുന്നത് കേട്ടാൽ മിക്കവാറും മിണ്ടാതിരുന്ന് പഠിക്കണമെന്നായിരിക്കും മിക്ക അമ്മമാരും അച്ഛന്മാരും പറയുക. ഈ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വായിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ അതിലുള്ള ഉച്ചാരണ പിശകുകൾ നമുക്ക് കേൾക്കുകയും തിരുത്തുകയും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളുടെ ഉച്ചാരണം നന്നായാൽ കേൾവിക്കാരുടെ ഉച്ചാരണം നന്നാകും. പ്രത്യേകിച്ചും ആശാനെന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. അപ്പോൾ ഗുരുക്കന്മാരാണ് ഈ ഉച്ചാരണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കണം. ആർദ്രെ, സംശയം മാറിയോ? സർ, താങ്ക് യു സർ. അപ്പോഴും താങ്ക് യു വരുന്നത് എന്തിനാണ്? അയ്യോ, നന്ദി. അതാണ് ശീലം മാറണം എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് നമ്മുടെ ശീലം, അതായിപ്പോയി. അത് മാറണം. നമ്മളെ ഫ്രാൻസിൽ ചെന്നിട്ട് സാധാരണ അവിടുത്തെ ആളുകളോട് വഴി അറിയാൻ വേണ്ടി, സ്ഥലം അറിയാൻ വേണ്ടി ഇംഗ്ലീഷിൽ ചോദിച്ചാൽ അവർ മിണ്ടാതെ തിരിഞ്ഞു പൊക്കളെ. അവിടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പല ഭാഷകൾ അറിയാവുന്ന ആളുകളുള്ളൂ. സാധാരണക്കാർ അവരുടെ ഭാഷയിലെ വർത്തമാനം പറയുള്ളൂ. അപ്പോൾ അത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അത് നമ്മൾ പഠിക്കണം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭാഷ നമ്മുടെ ശീലമാകട്ടെ. സർ, നമുക്ക് അവസാനിപ്പിച്ചുകൂടെ മീറ്റിംഗ്? പിന്നെന്താ, അവസാന ഘട്ടത്തിലേക്ക് കിടക്കാം. പാർട്ടിസിപ്പൻസിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇന്ന് പ്രിൻസിപ്പൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വെബിനാർ രാവിലെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതേ GSUT അക്കൗണ്ടിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അപ്പോൾ ഫീഡ്ബാക്ക് ഫോം ഇന്ന് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. അതുകൊണ്ട് നാളെ അത് ട്രൈ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വേണ്ടവർക്ക് മെയിലായിട്ട് ലിങ്ക് അയച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ചാറ്റ് ബോക്സിൽ നിന്ന് അത് കോപ്പി ചെയ്ത് നോട്ട് പാഡിലോ എങ്ങനെയെങ്കിലും എടുത്തു വയ്ക്കാം. ഈ വായനാ ദിനത്തിൽ നമ്മുടെ ഭാഷയുടെ മഹിമയും പ്രാധാന്യവും നമ്മളെ ഓർമ്മപ്പെടുത്തിയ രാജരാജവർമ്മ സാറിനോടുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൻ്റെ ഔപചാരികമായ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ വകുപ്പ് മേധാവി ഡോക്ടർ മുരളീകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഏതായാലും വളരെ വിശദമായ ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ നടന്നു. അതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വർമ്മ സാറിനെ എനിക്ക് ഏതാണ്ട് 2 ദശാബ്ദത്തോളമായിട്ട് എനിക്ക് പരിചയമുണ്ട് നേരിട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചും എനിക്ക് വളരെയധികം ധാരണയുണ്ട്. പിന്നെ പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു ബന്ധുവും കൂടിയാണ് അദ്ദേഹം. അപ്പൊ ഏതായാലും ഇങ്ങനൊരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ റിസോഴ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയാൻ നമുക്ക് ഈ ഒരു അവസരം തന്നതിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വരാൻ, ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ സമ്മതിച്ചതിൽ എനിക്ക് അങ്ങേയറ്റം നമ്മുടെ എല്ലാവരുടെയും നന്ദി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വായനാ ദിനമാണെങ്കിലും ഇതിൽ ഓർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കാര്യം അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തിന് ഈ ഭാഷയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിന്റെ ചരിത്രം, പിന്നെ അതിന്റെ സംസ്കാരം, പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചില നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഭാഷയുടെ ശാസ്ത്രീയത, അതായത് അത് നിലനിന്ന് പോകുന്നതിന്റെ കാരണങ്ങളും അത് ഓരോ തരത്തിൽ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ അതിന്റെ അച്ചടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ വളരെ വലിയൊരു വിപുലമായ തരത്തിലുള്ള ഒരു ചർച്ചയാണ് എനിക്ക് ഇവിടെ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
എനിക്ക് തോന്നുന്നു ഞാനൊരു ഇംഗ്ലീഷ് വാക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ട് തോന്നരുത്, ഒരു ഹ്യൂമൻ ലൈബ്രറി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാല് ഒരു ബുക്ക് എടുത്ത് വായിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇഷ്ടമുള്ളൊരു പേജ് തുറന്ന് ഒരു റെഫറൻസ് പോലെ ഏതാണോ അറിയേണ്ടത് അത് ചോദിച്ചാൽ കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. ലൈബ്രറി എന്ന് പറഞ്ഞാൽ കേവലം ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഷെൽഫിലേക്ക് നമ്മൾ ചെന്ന് ആവശ്യമുള്ള ബുക്ക് എടുക്കുന്നതിനേക്കാളും ഒരാളെ നമ്മുടെ മുമ്പിൽ പിടിച്ചിരുത്തി കുറെ കാര്യങ്ങൾ ചോദിച്ചാൽ ഒരു പക്ഷെ അതിനേക്കാളും കൂടുതൽ വിശദമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ പറയാറുണ്ട്. ഏതാണ്ട് ആ ഒരു അനുഭവമാണ് ഇന്ന് ഇപ്പൊ ഇതില് ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തപ്പോൾ നമുക്ക് തോന്നിയത്. കാര്യം അതില് അദ്ദേഹത്തിന്റെ ഒരു അടിയുറച്ച മലയാളത്തിനോടുള്ള അല്ലെങ്കിൽ ഭാഷാസ്നേഹം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല അതൊരു വികാരവുമാണ്, അതേസമയം നമുക്ക് വിവേകം ഉണ്ടാക്കാനുള്ളൊരു ഉപാധി കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല പലപ്പോഴും തർജ്ജമ കൊണ്ട്, അതായത് ഈ പലതും നമുക്ക് നേടിയെടുക്കാം. അതിൽ ചില കാര്യങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്, ഈ അന്യഭാഷാ പദങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തനത് മലയാള പ്രയോഗങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ അതുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു വാക്കിന് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് വാക്കുകൾ ഉണ്ടെങ്കിൽ, അല്ലാതെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക. അതിപ്പോ ഇംഗ്ലീഷിന്റെ ചരിത്രത്തെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ പൊട്ടി ശ്രീരാമലുവിനെ കുറിച്ചും പിന്നെ ഈ പറഞ്ഞ പോലെ മാതൃഭാഷാ ദിനത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇതിന്റെയൊക്കെ തുടക്കം എനിക്ക് തോന്നുന്നു, ഞാൻ ഈ ആദ്യമായിട്ട് ഇതിന്റെ ഒരു കത്തടപാട് നടത്തിയ സമയത്ത് അദ്ദേഹത്തിന് എനിക്ക് പറ്റിയ അബദ്ധം തന്നെ ഞാൻ ആദ്യം പറയാം. എനിക്ക് 2 സംശയം ഉണ്ടായിരുന്നു. ഒരു വായനാ ദിനമാണോ വായന ദിനമാണോ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അദ്ദേഹത്തിന് വായനാ ദിനം ഒരു കുറിപ്പ് എഴുതി അയച്ചപ്പോൾ അദ്ദേഹം അപ്പൊ തന്നെ വേഗം തിരുത്തി, അയ്യോ അങ്ങനെ ചെയ്യരുത്, വേഗം തിരുത്തണം, അത് വായന ദിനം എന്നാക്കണം, ആ നാ എന്നുള്ള ദീർഘം അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇന്ന് ഞാൻ സർക്കുലേറ്റ് ചെയ്ത ബ്രോഷറിലെല്ലാം തന്നെ വായന ദിനം എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള പലപ്പോഴും നമുക്ക് ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ ചില വെബ്സൈറ്റുകളിലൊക്കെ പോയി നോക്കിയപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് വായന എന്ന് തന്നെയാണ്, വായനാ ദിനം. അപ്പൊ ഈ സംശയത്തിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിന്റെ അർത്ഥം മലയാള ഭാഷയെ കുറിച്ചുള്ള ആൾക്കാരുടെ ധാരണ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു ജാഗ്രത കുറവ് നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട്. ഒരുപക്ഷെ പലരും 10ാം ക്ലാസ് വരെ, ഇന്ന് രാവിലെ സെക്രട്ടറി സാറ് പറഞ്ഞ പോലെ ഹിന്ദി പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് മലയാളം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പിന്നീട് മലയാളം കൃത്യമായ രീതിയിൽ കൂടുതൽ പഠിക്കാതെ വരുന്നതിന്റെ പല പ്രശ്നങ്ങളുണ്ട്. ഇതിനോടുകൂടി ചേർത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, സമയം എടുക്കുന്നില്ല, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ കോളേജിൽ കുട്ടികൾ മലയാളത്തിൽ എഴുതിയാലും തെറ്റ് വരുത്തുന്നതായിട്ട് ധാരാളം കാണുന്നു. ഇപ്പൊ എന്റെ ഒരു തെറ്റിനെ കുറിച്ച് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ നമുക്ക് ഒഴിവാക്കാവുന്ന പല തെറ്റുകളും മലയാളത്തിലും കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിന്റെ തെറ്റുകൾ പോലെ തന്നെ മലയാളത്തിൽ ഇപ്പൊ പൊന്മന സാറിന്റെ ബുക്കൊക്കെ ഉണ്ടെങ്കിലും മലയാളത്തിന്റെ തെറ്റുകൾ സാർവത്രികമാണ്. അപ്പൊ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ നമ്മൾ പലപ്പോഴും 3 പേര് തെറ്റ് പറഞ്ഞാൽ പിന്നെ 4ാമത്തെ ആൾക്ക് സംശയം തോന്നും, ഞാൻ ശരിയാണോ പറയുന്നത്, ആ 3 പേര് പറഞ്ഞതാണോ ശരി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കാര്യം അവിടെ തെറ്റിന് ഭൂരിപക്ഷം കൂടുമ്പോൾ ന്യായമായും തെറ്റ് ശരിയും ശരി തെറ്റുമായിട്ട് മാറുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ചും ഭാഷയിലുണ്ട്. അപ്പൊ എനിക്ക് മലയാളത്തിൽ അത് കൂടുതൽ പ്രചാരം കിട്ടി തുടങ്ങിയോ എന്നൊരു സംശയവും എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ ഒരു കറക്ഷൻ, ഈ ജാഗ്രത കുറവ് ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ശരിയിലേക്ക് അടുപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു എളിയ, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഈ ഒരു എളിയ ഇടപെടൽ നമ്മുടെ ഈ ഒരു 1.25 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെയും നമ്മുടെ കോളേജിന്റെ എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും പേരിൽ ഈ മീറ്റിംഗിൽ വെച്ച് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഇനിയും അദ്ദേഹത്തിൽ നിന്നും പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് നമുക്ക് ഇനിയും കൂടിച്ചേരലുകളാവാം. സാറിന് വീണ്ടും ഇതുപോലുള്ള യോഗങ്ങളിലേക്ക് ക്ഷണിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ എല്ലാവർക്കും വേണ്ടി സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. സാർ നമുക്ക് അവസാനിപ്പിക്കാം. ശരി.